ദൈവം ആധിപത്യം നൽകി തന്റെ പുത്രനിലൂടെ. ആ ആധിപത്യം സിഹിയോൻ ഊട്ടുശാലയില് ശിഷ്യന്മാരുടെ മേൽ വെളിപ്പെട്ടു. ആ വലിയ അഭിഷേകം ഇന്ന് സഭയിലൂടെ വ്യാപരിക്കപ്പെടുകയാണ്. പൗരോഹിത്യത്തിലൂടെ നമ്മുടെ ജീവിതങ്ങളിലേക്ക് വ്യാപരിക്കപ്പെടുകയാണ്. ഓരോ ദൈവവിതലിനെയും അപ്പസ്തോലനാക്കി മാറ്റുന്ന ദൈവ സാന്നിധ്യത്തിന്റെ ശക്തി, മാമോദീസായുടെ ലഭിച്ച പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ശരീരത്തിലും ജീവിതത്തിലും എല്ലാം വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുക. വചനമായിട്ട് ജീവിക്കുവാൻ, വലിയ കാരുണ്യമായിട്ട് നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരിലേക്ക് പെയ്തിറങ്ങുവാൻ ശക്തിയും കരുത്തും അഭിഷേകവും തരണമേ എന്ന് പ്രാർത്ഥിക്കാം. ധൈര്യപൂർവം ഭയം കൂടാതെ വചനം പ്രഘോഷിക്കുവാൻ അപ്പസ്തോലന്മാരിൽ ദൈവത്തിന്റെ വചനം സ്ഥിരീകരിക്കപ്പെട്ടു. ഈശോയെ, ദൈവസാന്നിധ്യം അവരിൽ വെളിപ്പെട്ടു. അതേ ശക്തിയും അഭിഷേകവും സാന്നിധ്യവും മാമോദീസായിലൂടെ ഞങ്ങൾക്ക് ലഭിച്ചു. അത് വെളിപ്പെട്ട് കിട്ടിയാൽ മാത്രം മതി. ഈശോയെ വെളിപ്പെടുത്തണമേ. വചനം അനുസരിച്ച് ജീവിക്കുവാൻ, കൽപ്പനകളും പ്രമാണങ്ങളെല്ലാം അനുസരിച്ച് ജീവിക്കുവാൻ അവിടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കാം. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കണ്ണുകളെ പൂർണ്ണമായിട്ടും അടച്ച് ഉള്ളിലുള്ള പരിശുദ്ധാത്മാവ് വചനമായി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് ആ വചനം നമ്മളെ നിലനിൽക്കുവാനുള്ള വലിയ കൃപയ്ക്കായിട്ട് ആഗ്രഹിച്ചുകൊണ്ട്, പരിശുദ്ധാരൂപിയുടെ വലിയ ആവാസം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുവാൻ ആഗ്രഹിച്ചുകൊണ്ട്, ആവാസം മറ്റുള്ളവരിലേക്ക് വെളിപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട്, പരസ്പരം നോക്കിക്കൊണ്ട് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തിയതുപോലെ ദൈവാനുഗ്രഹത്തിന്റെ പൂർണ്ണത ജീവിതത്തിൽ വെളിപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട്, ദൈവിക ശക്തി ഇസ്രായേൽ മക്കളുടെ ശരീരത്തിൽ വെളിപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട്, തന്റെ മക്കളുടെ മേല്, തന്റെ പുത്രിയുടെ മേലും പുത്രന്റെ മേലും അവിടുന്ന് ആത്മാവിനെ അയച്ചുകൊണ്ട് പുത്രിയെയും പുത്രനെയും അവിടുന്ന് അഭിഷേകം ചെയ്യുക. ഈശോയെ, ആ വലിയ സാന്നിധ്യം, അഭിഷേകം, ശക്തി ഈ സമൂഹത്തിന്റെ മേല്, ഓരോ മകന്റെയും മകളുടെ മേല്, ഓരോ ശിശുക്കളുടെ മേലും കുഞ്ഞുങ്ങളുടെ മേലെല്ലാം ദൈവത്തിന്റെ മഹത്വം എല്ലാ യുവതി യുവാക്കന്മാരുടെ മേലും ദൈവവചനം വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുക. വചനമനുസരിച്ച് ജീവിക്കുവാനുള്ള വലിയ ശക്തിയും കൃപയും സാന്നിധ്യവും അഭിഷേകവും വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വരമുയർത്തി നമുക്ക് ദൈവത്തെ ഒന്ന് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വതന്ത്രമായിട്ട് സ്വരമുയർത്തി സ്വർഗീയ ഭാഷയിൽ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരമുയർത്തി എല്ലാവരും ചേർന്ന് വലിയ അഭിഷേകം, വലിയ ശക്തി കർത്താവേ ഈ സമൂഹത്തിന്റെ മേൽ വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ഈ ദിവസങ്ങളിലും ഉപവാസത്തിലും പ്രാർത്ഥനയിലുമായിരുന്നു. ആ പ്രാർത്ഥനയുടെയും ഉപവാസത്തിന്റെയും ശക്തി ധ്യാനിച്ച് ഓരോ മക്കളുടെ ശരീരത്തിലും വെളിപ്പെട്ടു. ഹല്ലേലൂയ. അതേ അഭിഷേകം, അതേ സാന്നിധ്യം, അതേ ശക്തി ശുശ്രൂഷകരായ ഞങ്ങളിലൂടെ ഈ സമൂഹത്തിന്റെ മേൽ മുഴുവൻ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരമുയർത്തി സ്തുതിക്കാം. അഭിഷേകം നിറയട്ടെ, സർവശക്തന്റെ ശക്തി നിങ്ങളിൽ വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഓരോ മകന്റെ മേലും മകളുടെ മേലും ദൈവിക ശക്തി വ്യാപരിക്കപ്പെടട്ടെ. എല്ലാ ദുഃഖത്തിന്റെയും ആകുലതയുടെയും നിരാശയുടെയും അരൂപി നിങ്ങളിൽ നിന്ന് അകന്നു പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രത്യാശയുടെ ആത്മാവായ പരിശുദ്ധാത്മാവ് ഓരോ ശരീരങ്ങളിലും വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനമായി, കൽപ്പനയായി ഓരോ മക്കളുടെ ശരീരത്തിലും നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരമുയർത്തി ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരമടിച്ചു പാടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ചേർന്ന് അഭിഷേകത്തോടെ, ശക്തിയോടെ, സാന്നിധ്യത്തിലോ നിറഞ്ഞ്, ദൈവിക അഭിഷേകത്തിൽ നിറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ആത്മാവേ അഗ്നിയായി നിറയണമേ. എല്ലാവരും ആത്മാവേ അഗ്നിയായി നിറയണമേ. കരമുയർത്തി അടിച്ചു പാടാം. പാപത്തിന് ശക്തിമേൽ നിന്നഗ്നിയയക്കൂ, രോഗത്തിന് ശക്തിമേൽ നിന്നഗ്നിയയക്കൂ, ശാപത്തിന് ശക്തിമേൽ നിന്നഗ്നിയയക്കൂ, ആത്മാവാം ദൈവമേ അഗ്നിയയക്കൂ. പാപത്തിന് ശക്തിമേൽ നിന്നഗ്നിയയക്കൂ, രോഗത്തിന് ശക്തിമേൽ നിന്നഗ്നിയയക്കൂ, ശാപത്തിന് ശക്തിമേൽ നിന്നഗ്നിയയക്കൂ, ആത്മാവാം ദൈവമേ അഗ്നിയയക്കൂ. ശക്തി എല്ലാ മക്കളിലും വെളിപ്പെടട്ടെ. വചനാഭിഷേകം ഓരോ ശരീരങ്ങളിലും വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുക. മോശ കണ്ട ദൈവത്തിന്റെ സാന്നിധ്യം
അഗ്നിയായ അഭിഷേകമായി ഹൊറേബ് മലയുടെ മുകളിൽ ഇറങ്ങി വന്ന ദൈവിക ശക്തി അപ്പസ്തോലന്മാരുടെ മേൽ സഹീയോനോട്ടുശാലയിൽ വെളിപ്പെട്ടതുപോലെ വചനം ഓരോ മക്കളുടെ ശരീരങ്ങളിലും വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരമുയർത്തി നമുക്കൊന്ന് സ്തുതിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? പരിശുദ്ധാത്മാവേ എന്ന് വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? സർവശക്തിയോടെ വിളിക്കാമോ? വലിയ അഭിഷേകത്തോടെ വിളിക്കാമോ? വലിയ തീക്ഷ്ണതയോടെ വിളിക്കാമോ? വലിയ ആഗ്രഹത്തോടെ വിളിക്കാമോ? ദൈവപിതാവിന്റെ ആത്മാവിനെ വിളിക്കാമോ? സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ദൈവത്തിന്റെ അഭിഷേകത്തെ വിളിക്കാമോ? പ്രാവിന്റെ രൂപത്തിൽ ഇറങ്ങി വരുന്ന ദൈവത്തിന്റെ സാന്നിധ്യത്തെ വിളിക്കാമോ? കൊടുങ്കാറ്റിന്റെ വേഗതയോടെ വരുന്ന ആത്മാവിനെ വിളിക്കാമോ? ചെങ്കടലിനെ വിഭജിച്ച ദൈവത്തിന്റെ ആത്മാവിനെ വിളിക്കാമോ? സിനായി മലയുടെ മുകളിൽ വെളിപ്പെട്ട ദൈവത്തിന്റെ സാന്നിധ്യത്തെ വിളിക്കാമോ? നമുക്ക് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. മുള്ളുകളും മുൾച്ചെടികളുമെല്ലാം അഗ്നിയിലെരിഞ്ഞിടും. അരുളിയ പോലെ അഗ്നിയിറക്കി വിശുദ്ധി നൽകണമേ. മുള്ളുകളും മുൾച്ചെടികളുമെല്ലാം അഗ്നിയിലെരിഞ്ഞിടും. അരുളിയ പോലെ അഗ്നിയിറക്കി വിശുദ്ധി നൽകണമേ. പാപത്തിൻ ശക്തിമേൽ നിന്നഗ്നിയയക്കൂ, രോഗത്തിൻ ശക്തിമേൽ നിന്നഗ്നിയയക്കൂ, ശാപത്തിൻ ശക്തിമേൽ നിന്നഗ്നിയയക്കൂ, ആത്മാവാം ദൈവമേ അഗ്നിയയക്കൂ. ശാപത്തിൻ ശക്തിമേൽ നിന്നഗ്നിയയക്കൂ, രോഗത്തിൻ ശക്തിമേൽ നിന്നഗ്നിയയക്കൂ, ശാപത്തിൻ ശക്തിമേൽ നിന്നഗ്നിയയക്കൂ, ആത്മാവാം ദൈവമേ അഗ്നിയയക്കൂ. പാപത്തിൻ ശക്തിമേൽ നിന്നഗ്നിയയക്കൂ, രോഗത്തിൻ ശക്തിമേൽ നിന്നഗ്നിയയക്കൂ, ശാപത്തിൻ ശക്തിമേൽ നിന്നഗ്നിയയക്കൂ, ആത്മാവാം ദൈവമേ അഗ്നിയയക്കൂ. കരമടിച്ച് പാടി പ്രാർത്ഥിക്കുന്ന എല്ലാവരും ആത്മാവിൽ നിറഞ്ഞ് പ്രാർത്ഥിക്കുക. ആത്മാവിൽ വെളിപ്പെടണമേ. ശരീരത്തിൽ അഗ്നിയായ അഭിഷേകമായി, ഇസ്രായേലിന്റെ പ്രകാശമായി ഞങ്ങളുടെ ജീവിതങ്ങളില് ദൈവാത്മാവേ ഇപ്പോൾ വെളിപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുക. ഓരോ മകനും മകളും അപ്പസ്തോലന്മാരുടെ ശരീരത്തില് ശിരസിൽ വെളിപ്പെട്ടതുപോലെ കർത്താവേ അഗ്നിയായ അഭിഷേകമായി പ്രകാശമായി ഞങ്ങളുടെ ശരീരത്തില് ആത്മാവിന്റെ ശക്തി വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരമുയർത്തി ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വതന്ത്രമായിട്ട് സ്തുതിക്കാമോ? വലിയ അഭിഷേകം വ്യാപരിക്കുന്നുണ്ട്. മാമോദീസായിലൂടെ ലഭിച്ച വിശുദ്ധിയുടെ അഭിഷേകം, വിശ്വാസത്തിന്റെ അഭിഷേകം, ദൈവസ്നേഹത്തിന്റെ അഭിഷേകം, സമർപ്പണത്തിന്റെ അഭിഷേകം ഈശോയെ വെളിപ്പെടുത്തി തരണമേ. ഉദാശകളിലൂടെ വെളിപ്പെടുന്ന ദൈവ സാന്നിധ്യത്തിന്റെ ശക്തി വെളിപ്പെടട്ടെ. കുമ്പസാരമെന്ന ഉദാശയിലൂടെ ശരീരങ്ങളിലേക്ക് കടന്നു വരുന്ന ദൈവകാരുണ്യത്തിന്റെ ശക്തി ശരീരങ്ങളിൽ വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദികുർബാന സ്വീകരണത്തിലൂടെ കടന്നു വന്ന ദൈവിക ശരീരത്തിന്റെ അഭിഷേകം, ദൈവിക രക്തത്തിന്റെ അഭിഷേകം അതിന്റെ പൂർണ്ണതയിൽ ശരീരത്തിൽ വെളിപ്പെടട്ടെ. പരിശുദ്ധ കുർബാനയിൽ നിറഞ്ഞു നിൽക്കുന്ന ദൈവികാരുണ്യത്തിന്റെ ശക്തി ശരീരങ്ങളിൽ വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കരമുയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരമുയർത്തി ഈശോയെ എന്ന് വിളിക്കുന്നു, ഈശോയെ എന്ന് വിളിക്കുന്നു, ഈശോയെ, ഈശോയെ, ഈശോയെ എന്ന് വിളിക്കുന്നു. എല്ലാവരും ചേർന്ന് വിളിക്കുന്നു, അഭിഷേകത്തോടെ വിളിക്കുന്നു. അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും. പരിശുദ്ധ കുർബാനയിലേക്ക്, അപ്പത്തിലേക്ക് നോക്കിക്കൊണ്ട് ഈശോയെ എന്ന് വിളിക്കുന്ന ഓരോ മകനും മകളും രക്ഷ പ്രാപിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. പാപങ്ങളാൽ വന്ന ദോഷങ്ങളെന്നെ ഭരണം ചെയ്തിടുന്നു. പാപം ചെയ്യാൻ മോഹം നൽകി ശക്തിയായി ഉണർന്നിടുന്നു. പാപങ്ങളാൽ വന്ന ദോഷങ്ങളെന്നെ ഭരണം
ചെയ്തിടുന്നു. പാപം ചെയ്യാൻ മോഹം നൽകി ശക്തിയായി ഉണർത്തിയിടുന്നു. പാപത്തിൻ ശക്തിമേൽ നിന്നഗ്നിയായേറ്റു, രോഗത്തിൻ ശക്തിമേൽ നിന്നഗ്നിയായേറ്റു, ശാപത്തിൻ ശക്തിമേൽ നിന്നഗ്നിയായേറ്റു, ആത്മാവാം ദൈവമേ അഗ്നിയായേറ്റു. പാപത്തിൻ ശക്തിമേൽ നിന്നഗ്നിയായേറ്റു, രോഗത്തിൻ ശക്തിമേൽ നിന്നഗ്നിയായേറ്റു, ശാപത്തിൻ ശക്തിമേൽ നിന്നഗ്നിയായേറ്റു, ആത്മാവാം ദൈവമേ അഗ്നിയായേറ്റു. പാപത്തിൻ ശക്തിമേൽ നിന്നഗ്നിയായേറ്റു, രോഗത്തിൻ ശക്തിമേൽ നിന്നഗ്നിയായേറ്റു, ശാപത്തിൻ ശക്തിമേൽ നിന്നഗ്നിയായേറ്റു, ആത്മാവാം ദൈവമേ അഗ്നിയായേറ്റു. പാപത്തിൻ ശക്തിമേൽ നിന്നഗ്നിയായേറ്റു, രോഗത്തിൻ ശക്തിമേൽ നിന്നഗ്നിയായേറ്റു, ശാപത്തിൻ ശക്തിമേൽ നിന്നഗ്നിയായേറ്റു, ആത്മാവാം ദൈവമേ അഗ്നിയായേറ്റു. പാപത്തിൻ ശക്തിമേൽ നിന്നഗ്നിയായേറ്റു, രോഗത്തിൻ ശക്തിമേൽ നിന്നഗ്നിയായേറ്റു, ശാപത്തിൻ ശക്തിമേൽ നിന്നഗ്നിയായേറ്റു, ആത്മാവാം ദൈവമേ അഗ്നിയായേറ്റു. ഹല്ലേലൂയ 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 വ്യാപരിക്കുന്നു. ഹല്ലേലൂയ 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് ഈ സമൂഹം മുഴുവനും ഏക മനസ്സോടെ ഒരേ സ്വരത്തില് ദൈവത്തെ ഒന്ന് സ്തുതിച്ച് മഹത്വപ്പെടുത്തിക്ക്. വലിയ അഭിഷേകം വ്യാപരിക്കുന്നുണ്ട്. എല്ലാ നിയോഗത്തിന്റെ മേലും ദൈവിക ശക്തി വ്യാപരിക്കപ്പെടുന്നുണ്ട്. കരങ്ങൾ ഉയർത്തി എല്ലാ നിയോഗത്തെയും നമുക്ക് ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ ആലയത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന മുഴുവൻ മക്കളുടെ നിയോഗങ്ങളുടെ മേലും കർത്താവിന്റെ മഹത്വം വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സാക്ഷ്യമായി തീരുവാൻ, ദൈവത്തിന് സാക്ഷ്യം വഹിക്കുവാൻ തക്കവിധം അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തിയും ഇപ്പോൾ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്വതന്ത്രമായിട്ട് പ്രാർത്ഥിക്കാമോ? അഭിഷേകം നിറട്ടെ സ്വരം ഉയർത്തി ഒന്ന് പ്രാർത്ഥിച്ചേ. അഭിഷേകം നിറട്ടെ. ഭാഷാവരമുള്ളവർ ഭാഷാവരത്തെ സ്തുതിച്ചേ. അല്ലാത്തവർ പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാം. സ്വരമുയർത്തി ഹല്ലേലൂയ പാടി പ്രാർത്ഥിക്കാം. പരിശുദ്ധൻ പരിശുദ്ധൻ സൈന്യങ്ങളുടെ കർത്താവ് പരിശുദ്ധൻ എന്ന് ഉദ്ഘോഷിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിക്കാം. എല്ലാവരും അധരത്തിൽ ലഭിക്കുന്ന ആ വലിയ കൃപയിൽ ദൈവത്തെ ഒന്ന് സ്തുതിച്ച് മഹത്വപ്പെടുത്തിക്കേ. ഈശോയെ എന്ന് വിളിക്കാൻ തോന്നിക്കുന്നതെങ്കിൽ, ആത്മാവ് തോന്നിപ്പിക്കുന്നതെങ്കിൽ ഈശോയെ എന്ന് വിളിക്കാം. പരിശുദ്ധാത്മാവേ എന്ന് വിളിക്കാൻ തോന്നിപ്പിക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ ഭാഷയിലാണ് ദൈവത്തെ സ്തുതിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, ആത്മാ പ്രചോദനം തരുന്നെങ്കിൽ ഹല്ലേലൂയ പാടി ദൈവത്തെ സ്തുതിക്കാം. അഭിഷേകം വ്യാപരിക്കട്ടെ. സകല ബന്ധനങ്ങൾ അഴിയട്ടെ. സകല പീഡകൾ അഴിഞ്ഞു പോകട്ടെ. വ്യാധികളെല്ലാം നീങ്ങിപ്പോട്ടെ. അശുദ്ധി നീങ്ങട്ടെ. അശുദ്ധാത്മാക്കൾ നീങ്ങിപ്പോട്ടെ. പൈശാചിക ശക്തികൾ നീങ്ങിപ്പോട്ടെ. കുടുംബങ്ങളിൽ നിന്ന് നീങ്ങിപ്പോട്ടെ. വ്യക്തി ജീവിതങ്ങളിൽ നീങ്ങിപ്പോകട്ടെ. പ്രമാണ ലംഘനങ്ങളിലൂടെ കുടുംബത്തിന്റെ മേൽ ആധിപത്യം ഉറപ്പിച്ചിരിക്കുന്ന സകല ദുഷ്ടവിശ്വാസികളെയും അവയുടെ പ്രവർത്തനങ്ങളെയും സജീവനായ ദൈവത്തിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിന്റെ ശക്തിയാൽ പൗരോഹിത്യ അധികാരത്തോട് ചേർന്നുകൊണ്ട്, സഭാപിതാവിന്റെ അധികാരത്തോട് ചേർന്നുകൊണ്ട്, കർദിനാളിന്റെ അധികാരത്തോട് ചേർന്നുകൊണ്ട്, മാർപ്പാപ്പായുടെ അധികാരത്തോട് ചേർന്നുകൊണ്ട്, പത്രോസിന് യേശു കൊടുത്ത അധികാരത്തോട് ചേർന്നുകൊണ്ട്, മർക്കോസ് 16:17 വചനത്തിന്റെ ശക്തിയാൽ, ലൂക്ക 10:19 വചനത്തിന്റെ ശക്തിയാൽ, വെളിപാട് 12:11 തിരുവചനത്തിന്റെ ശക്തിയാൽ, യേശു ക്രിസ്തുവിന്റെ നാമത്തിന്റെ ശക്തിയാൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. യേശുനാമത്തില് സമൂഹത്തിൽ നിന്ന്, കുടുംബങ്ങളിൽ നിന്ന് വിട്ടകന്ന് നിത്യനരകത്തിലേക്ക് അവ നിബന്ധിക്കപ്പെടുന്നു. യേശുവിന്റെ പരിശുദ്ധമായ രക്തത്തിന്റെ ശക്തിയാൽ കരമുയർത്തി ഈശോയെ എന്ന് വിളിക്കുന്നു. ഈശോയെ എന്ന് വിളിക്കുന്നു. ഈശോയെ എന്ന് വിളിക്കുന്നു. കരമുയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്വതന്ത്രമായിട്ട് സ്തുതിച്ച് വലിയ അഭിഷേകവും കൃപയും കർത്താവ് നൽകുന്നുണ്ട്.
സ്വരമുയർത്തി പ്രാർത്ഥിച്ച് എല്ലാവരും പ്രാർത്ഥിച്ചേ. ആത്മാവ് വ്യാപരിക്കട്ടെ. വ്യക്തികളിൽ നിന്ന് വ്യക്തികളിലേക്ക് അഭിഷേകം വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. വ്യക്തികളിൽ നിന്ന് സമൂഹങ്ങളിലേക്ക്, കുടുംബങ്ങളിലേക്ക് ദൈവിക അഭിഷേകം വ്യാപരിക്കട്ടെ. കൃഷിയിടങ്ങളിലേക്ക്, അധ്വാന മേഖലയിലേക്ക് ദൈവിക ശക്തി വ്യാപരിക്കട്ടെ. എല്ലാ ബന്ധനങ്ങളും അഴിയട്ടെ. തടസ്സങ്ങളെല്ലാം നീങ്ങട്ടെ. അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ. ശക്തി നിറയട്ടെ, ശക്തി നിറയട്ടെ. എല്ലാ മക്കളിലും ദൈവിക ശക്തി നിറയപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? സർവശക്തിയോടെ ഒന്ന് വിളിക്കാമോ? സ്വരമുയർത്തി വിളിക്കാമോ? ഹല്ലേലൂയ. ഈശോയെ നന്ദി. വിശ്വാസമായിട്ടിരിക്കാം. അഭിഷേകം നിറയുന്ന സമയമാ. അശുദ്ധി വിട്ടൊഴിയുന്ന സമയമാ. പൈശാചിക തിന്മകള് ശരീരങ്ങളിൽ നിന്ന് അകന്നു പോകുന്ന സമയാ. ശക്തമായിട്ട് പ്രാർത്ഥിക്കുക. ദൈവകൃപ നിറയപ്പെടുന്ന സമയങ്ങളാണ്. നമ്മൾ പ്രാർത്ഥിച്ച് കുറെ കാര്യം സാധിച്ചിട്ട് ഒരു കാര്യമില്ല. കുറെ ഭൗതികമായിട്ട് കുറെ നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ട് യാതൊന്നും തന്നെ സംഭവിക്കാനില്ല. ആത്മീയമായിട്ടുള്ള അഭിഷേകം, ആത്മീയമായിട്ടുള്ള ദൈവിക വളർച്ച, ആത്മീയമായിട്ടുള്ള വളർച്ച ഉണ്ടായാൽ മാത്രമേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ നമുക്ക് ലഭിക്കുന്ന ദൈവാനുഗ്രഹം നമ്മളിൽ നിലനിൽക്കത്തുള്ളൂ. കുറെ കാര്യം എഴുതിയിട്ട് പ്രാർത്ഥിച്ച് കുറെ കാര്യം സാധിച്ചു, അല്ലെങ്കിൽ വന്ന് നിന്ന് പ്രാർത്ഥിച്ച് കുറെ കാര്യം ഭൗതികമായ നേട്ടങ്ങൾ മാത്രം ആഗ്രഹിച്ചുകൊണ്ട് കടന്നു വരുന്ന ജനത. അങ്ങനെ ഒരു ജനത്തെ ദൈവം ആഗ്രഹിക്കുന്നില്ല. ആത്മാവിൽ നിറഞ്ഞ് ദൈവവചനം അനുസരിച്ച് ദൈവവചനം ശരീരത്തിൽ വെളിപ്പെടുത്തി, അല്ലെങ്കിൽ അധരങ്ങളിലൂടെ ആ വചനം വെളിപ്പെട്ട് ആ വ്യക്തി വചനത്തിനനുസരിച്ച് ജീവിച്ച് കൽപ്പനകളും പ്രമാണങ്ങളും അനുസരിച്ച് ജീവിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന വ്യക്തി ജീവിതങ്ങളെയാണ് സ്വർഗം ആഗ്രഹിക്കുന്നത്. കരമുയർത്തി തമ്പുരാനെ ഒന്ന് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയോട് ചേർന്ന് ശിഷ്യന്മാർ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചു. അമ്മ എന്താ പ്രാർത്ഥിക്കാൻ? വിശുദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ആ വന്നിരിക്കുന്ന പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വെളിപ്പെടും. ശക്തി വെളിപ്പെടുക. സർവശക്തനായ ദൈവത്തിന്റെ ശക്തി നിങ്ങളുടെ ശരീരങ്ങളിൽ വെളിപ്പെടും. അപ്പൊ നിങ്ങളെ കൊണ്ട് ജയിലറയിൽ ഇട്ടാലും, നിങ്ങളെ കൊണ്ട് കടലിൽ കൊണ്ടിട്ടാലും, നിങ്ങളെ എവിടെ കൊണ്ടൊന്ന് ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥയിലാണെങ്കിലും അവിടെയെല്ലാം ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടും. അവിടെ ചെല്ലുന്ന സാഹചര്യങ്ങളില്, നമ്മൾ കൊണ്ടിടുന്ന അവസ്ഥകളില് അവിടെയെല്ലാം ദൈവമഹത്വം വെളിപ്പെടണം. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണ്ടേ. ഏത് സാഹചര്യത്തിലേക്കാണോ ദൈവം നമ്മെ നിയോഗിക്കുന്നത്, അല്ലെ നമ്മളെ പറഞ്ഞു വിടുന്നത്, ഏത് സാഹചര്യങ്ങളിലേക്കാണോ ആ സാഹചര്യങ്ങൾ സഹനത്തിന്റെ അവസ്ഥയായിരിക്കാം, തകർച്ചയുടെയും ദുരിതത്തിന്റെയും വേദനയുടെ അവസ്ഥയായിരിക്കാം. ആ അവസ്ഥയിൽ ദൈവത്തിന്റെ ശക്തി, അല്ലെ വചനത്തിന്റെ ആ നിലനിൽപ്പ് നമ്മളിൽ ഉണ്ടാവുക എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. വചനം നമ്മൾ നിലനിൽക്കണം. വചനം ലംഘിക്കപ്പെടാൻ പാടില്ല. ഏത് അവസ്ഥയിലും ഏത് സാഹചര്യത്തിലും എവിടെയാണെങ്കിലും ഒറ്റപ്പെട്ട അവസ്ഥയാണെ പോലും ദൈവത്തോട് മറുതലിക്കാതെ ദൈവത്തിന്റെ വചനം നമ്മുടെ ജീവിതത്തില്, നമ്മുടെ പ്രവൃത്തിയില്, നമ്മുടെ ഹൃദയത്തില് ദൈവത്തിന്റെ വചനം നിലനിൽക്കണം. നമ്മൾ പലപ്പോഴും ആഗ്രഹിച്ച കാര്യങ്ങൾ സാധിക്കുന്നില്ല. നമ്മളെന്ത് ചെയ്യും? ദൈവവചനത്തിൽ നമ്മൾ വ്യതിചലിച്ചു പോവുക. വിശ്വാസം നഷ്ടപ്പെടുകയാണ്. കർത്താവ് പരീക്ഷിക്കുക. എത്ര ദിവസം അല്ലെങ്കിൽ എത്ര നാൾ ഇവൾ നിൽക്കുമ്പോൾ, അല്ലെ ഇവൻ നിൽക്കുമ്പോഴാ പിന്നെ വിശ്വാസത്തിന്റെ പൂർണ്ണത കിട്ടുന്നത്. അതുവരെ കർത്താവ് നിർത്തും. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും കാര്യസാധ്യമായിരിക്കും. ആ കാര്യം സാധിച്ചിട്ടും ആ കാര്യം സാധിച്ചു പോവുക. 10 കുഷ്ഠരോഗികളെ ഈശോ സുഖപ്പെടുത്തുമ്പോൾ വിജാതീയനായ ഒരുവൻ മാത്രമേ ഈശോയോട് കൂടെ നടന്നുള്ളൂ. ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ദൈവരാജ്യത്തിലൂടെ സഞ്ചരിച്ചത് ഒരുവൻ മാത്രമാ. ക്രിസ്ത്യാനികളായിട്ടുള്ള, അല്ലെങ്കിൽ ക്രിസ്തുവിനെ സ്വീകരിച്ച, യേശു വചനം സ്വീകരിച്ച് മാമോദീസ സ്വീകരിച്ച വ്യക്തികൾ 9 പേരും കർത്താവിനെ ഉപേക്ഷിച്ചിട്ട് പോവുക. കാര്യമൊക്കെ സാധിച്ചു കിട്ടി, കുഷ്ഠം മാറി. ഇനി പഴയ ജീവിതാവസ്ഥയിലേക്ക്, അല്ലെ പഴയ സാഹചര്യങ്ങളിലേക്ക് അവർ മടങ്ങിപ്പോയി. ഒരുവൻ മാത്രം ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഈശോയുടെ അടുത്ത് നിൽക്കുന്ന കണ്ടപ്പോൾ ഈശോ അവനോട് ചോദിക്കുക, ബാക്കി 9 പേരെവിടെ? നമ്മളവർക്ക് ഈ ഒരു ക്യാൻസർ രോഗം സുഖപ്പെട്ട രക്ഷപ്പെട്ട ദൈവരാജ്യത്തിന് വേണ്ടി വിലയില്ല, ഒരിക്കലും ഇല്ല. ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. കാര്യം സാധിക്കുക, അല്ലെങ്കിൽ കാര്യം സാധിച്ചില്ലെങ്കിൽ ദൈവത്തെ, കാര്യം സാധിച്ചാലും സാധിച്ചില്ലെങ്കിലും ദൈവത്തെ ഉപേക്ഷിച്ചിട്ട് പോകുന്ന മക്കളെ സാധാരണ കാണാറുള്ളൂ. കാര്യം സാധിച്ചു കഴിഞ്ഞാൽ കാര്യം സാധിച്ചു കിട്ടില്ലേ, ഇനിയിപ്പം ദൈവത്തിന് എന്തിനാ? ഇനി വചനം ആവശ്യമില്ല, ശുശ്രൂഷകൾ ആ ദൈവത്തെ ആരാധിക്കേണ്ട ആവശ്യമില്ല. പിന്നെ കാര്യം വരുമ്പോൾ ദൈവത്തെ ആരാധിച്ചാൽ പോരെ. അങ്ങനെ ഒരു ജനതയല്ല സ്വർഗം ആഗ്രഹിക്കുന്നത്.
എന്നും ദൈവത്തെ സ്തുതിച്ച് ഹൃദയം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ജനതയെ, അല്ലെങ്കിൽ വചനം അനുസരിച്ച് ജീവിക്കുന്ന, പ്രമാണങ്ങളും കൽപ്പനകളും അനുസരിച്ച് ജീവിക്കുന്ന വ്യക്തികളെയാണ് സ്വർഗം ആഗ്രഹിക്കുന്നത്. നമ്മുടെ നന്മപ്രവൃത്തിയിലൂടെ അല്ലെങ്കിൽ വചനം അനുസരിച്ചുള്ള വിശുദ്ധ ജീവിതം നയിക്കുമ്പോൾ അത് വലിയ ഒരു സാക്ഷ്യമാണ്. ദൈവത്തിന് സാക്ഷ്യം വഹിക്കും. വചനം ലംഘിച്ച്, പ്രമാണങ്ങളും കൽപ്പനകളും ലംഘിച്ച് ജീവിക്കുമ്പോൾ നമ്മൾ ദൈവത്തിന് സാക്ഷ്യം വഹിക്കുമല്ല, പിശാചിന്, സാത്താന് സാക്ഷ്യം വഹിക്കുക. അവന്റെ പ്രലോഭനത്തിൽ അകപ്പെട്ട അവസ്ഥയിൽ കടന്നുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു അവസ്ഥയിലല്ല ദൈവത്തിനെ പ്രഘോഷിക്കപ്പെടേണ്ടത്. ദൈവത്തിന്റെ പ്രമാണത്തിലും കൽപ്പനകളും അനുസരിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ കടന്ന് പ്രലോഭനം ഉണ്ടാകും. അതിനെ അതിജീവിക്കുവാൻ, വലിയ പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ അതിജീവിക്കുവാൻ ശക്തനായ ദൈവത്തോട് ശക്തി മേടിച്ച് പ്രലോഭനത്തെ അതിജീവിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന വ്യക്തികളെയാണ് സ്വർഗം കാണുന്നത്, സ്വർഗം ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ സ്വർഗത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം അവരിൽ വസിക്കുന്നത്. അങ്ങനെയുള്ള വ്യക്തികളാണ് സാന്നിധ്യം വസിക്കുന്നത്. കാരണം ഉയർത്തി നമുക്ക് ദൈവത്തെ ഒന്ന് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇവിടെ അപ്പസ്തോല പ്രവർത്തനം 8-ാം അധ്യായത്തിൽ അത് വ്യക്തമാക്കിയ സാവൂള് സഭയെ പീഡിപ്പിക്കുക, ശിഷ്യന്മാരെ, ക്രിസ്തുമാർഗം സ്വീകരിച്ചവരെ വധിക്കുവാനും അവരെ കാരാഗൃഹത്തിലടയ്ക്കുവാനും അവരെ ഉപദ്രവിക്കുവാനും പീഡിപ്പിക്കുവാനുമായി സാവൂൾ സഭയിലേക്ക് കടന്നു വരിക. സഭയെ പീഡിപ്പിക്കുന്ന സമയം ശിഷ്യന്മാർ ചെതറിക്കപ്പെടുകയാണ്. ഇവിടെ ഒരു ചെതറിക്കപ്പെടണമെങ്കിൽ അവിടെ എന്താണ് ഒരു അവസ്ഥ ഉണ്ടാകണം. അത് ദൈവം അനുവദിക്കും. കാരണം ഇത് ചിതറിപ്പോയി പല സ്ഥലങ്ങളിൽ സുവിശേഷം പ്രഘോഷിക്കപ്പെടണം, അല്ലെങ്കിൽ കൂട്ടമായിട്ട് നിൽക്കും. അപ്പോ ദൈവവചനം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വെളിപ്പെട്ട ശിഷ്യന്മാരെ ചെതറിച്ചു കളയുകയാണ്. ഈശോ അനുവദിക്കുക, സാവൂളിനെ അനുവദിക്കുക, ദൈവം അനുവദിക്കുക. ദൈവം അനുവദിക്കുന്നില്ല സാവൂളിനെ സഭയെ പീഡിപ്പിക്കാൻ പറ്റുമോ? ആ പീഡനം വലിയ അനുഗ്രഹമായിട്ട് മാറ്റപ്പെടുകയാണ്. അതൊരു സഹനത്തിന്റെ സംഭവമാണെങ്കിലും സഹനത്തിന്റെ അവസ്ഥയാണെങ്കിലും പിന്നീട് അത് വലിയ അനുഗ്രഹമായി തീർന്നു എന്ന സുവിശേഷം നമ്മെ പഠിപ്പിക്കുന്നത്, അപ്പോസ്തല പ്രവർത്തനം നമ്മെ പഠിപ്പിക്കുന്നത്. ചിതറിക്കപ്പെട്ടപ്പോൾ വചനം പ്രസംഗിച്ചുകൊണ്ട് ചുറ്റി സഞ്ചരിച്ചു. അവരെന്ത് ചെയ്തേ? ചിതറിക്കപ്പെട്ടപ്പോൾ അവർ പ്രാഗി പിടിച്ച് അവിടെ ഇരിക്കുകയല്ലേ ചെയ്തേ, അല്ലെങ്കിൽ ദൈവത്തോട് മറുതലിക്കല്ലേ ചെയ്തേ. ചിതറിക്കപ്പെട്ട അവസ്ഥയിൽ അവര് എവിടെ ആയിരുന്നോ ആ അവസ്ഥയിൽ അവർ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് അവർ നടന്നു. ഇവിടെ നമ്മൾ ഏത് അവസ്ഥയിലേക്കാണ് കടന്നിരുന്നെങ്കിലും സുവിശേഷത്തിൽ ജീവിച്ച് സുവിശേഷം പ്രഘോഷിച്ച് ജീവിക്കുന്ന ഒരു ജീവിതാവസ്ഥയാണ് അപ്പസ്തോല പ്രവർത്തനം നമ്മെ പഠിപ്പിക്കുന്നത്. നിരാശയിലേക്ക്, ആകുലതയിലേക്കല്ല ഇവർ പോയത്. അവരാത്മാവിൽ വീണ്ടും ശക്തി പ്രാപിച്ച് അവർ സുവിശേഷത്തിൽ വിശ്വസിച്ച് ആ സുവിശേഷത്തിൽ ജീവിച്ച് അവർ സുവിശേഷം പ്രഘോഷിച്ചുകൊണ്ട് അവർ ചുറ്റി സഞ്ചരിച്ചു. കരങ്ങൾ ഉയർത്തി തമ്പുരാനെ ഒന്ന് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവിടുത്തെ ശിഷ്യനായ ഫിലിപ്പോസ് സമരിയായിലെ ഒരു നഗരത്തിൽ ചെന്ന് അവിടെയുള്ളവരോട് ക്രിസ്തുവിനെ പറ്റി പ്രഘോഷിച്ചു. യേശുവിനെ കുറിച്ച് കണ്ടതും കേട്ടതും അനുഭവിച്ചതുമായ കാര്യങ്ങൾ ഇവർ ആ ഒരു ജനത്തോട് പ്രഘോഷിച്ച് പറഞ്ഞുകൊണ്ടിരുന്നവരോട്. ഈശോയെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് സംഭവിക്കും, അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുക. നമ്മുടെ കൂടെയുള്ള സേവറി കുന്നുംപുറച്ചൻ സിനിമ എടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ആ അൽഫോൻസാമയുടെ ആ പാട്ട് എടുക്കാൻ വേണ്ടിയിട്ട് വന്ന മാലാഖമാരുത്തുവാനിൽ നിന്ന് ആ പാട്ട് ശാലോമിൽ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ അതിന്റെ ആ സീൻ എടുക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ എൻ്റെ കൂടെ വന്നേ. സിസ്റ്റേഴ്സ് പറഞ്ഞതനുസരിച്ച് ഞാൻ അച്ഛനെ പോയി കണ്ട് അച്ഛൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ പ്രാർത്ഥിച്ചൊരുങ്ങി അങ്ങനെ വന്ന് ഇതെടുക്കുക, ആ ഒരു പാട്ടിന്റെ സീൻ എടുക്കാൻ വേണ്ടി അച്ഛൻ വന്നു. ഇവിടെ അച്ഛനോട് യേശുവിനെ കുറിച്ച് നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നു. അച്ഛൻ സിനിമയിൽ MA എടുത്ത വ്യക്തിയാണ്. അച്ഛൻ ആ ഫീൽഡിലാണ് ഇഷ്ടം, താല്പര്യം, അച്ഛനുള്ളിലുള്ള താല്പര്യം സിനിമ ഫീൽഡായിരുന്നു. അച്ഛനോട് കാറിലൊക്കെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഇതിന്റെ ആവശ്യത്തിനായിട്ട് യാത്ര ചെയ്യുന്ന സമയങ്ങളിൽ, ഈ പാട്ടിന്റെ ഓരോ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് യാത്ര ചെയ്യുന്ന സമയങ്ങളിൽ അച്ഛനോട് ഈശോയെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. ഫിലിപ്പോസ് ജനത്തോട് പറഞ്ഞുകൊണ്ടിരുന്നു. എന്ത് സംഭവിക്കുന്നേ? ഈശോയെ കുറിച്ച് പറഞ്ഞ ആ വ്യക്തികളെ ഇങ്ങോട്ടൂടെ ഈശോയിലേക്ക് അടുക്കുകയാണ്. അച്ഛൻ ആ ഒരു ശുശ്രൂഷ മേഖല അവിടെ ഉപേക്ഷിച്ചിട്ട് അച്ഛനെന്ന് എൻ്റെ കൂടെ ആയിരിക്കുക. എന്നിട്ട് അച്ഛൻ എന്ത് ചെയ്യുന്നേ? വചനം പ്രഘോഷിക്കുക. ഈശോയെ കുറിച്ച് അറിഞ്ഞതും കേട്ടതും അനുഭവിച്ചതുമായ കാര്യങ്ങൾ ജനത്തോട് പ്രഘോഷിക്കുന്നു. കരമുയർത്തി തമ്പുരാനെ ഒന്ന് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ,
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ഒരാളെ കാണുമ്പോൾ അവരോട് എന്താ പറയണ്ടേ? ക്രിസ്തു ശിഷ്യൻ അല്ലെ, യേശുവിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി ആരെക്കുറിച്ച് പറയണ്ടേ? യേശുവിനെ കുറിച്ച്, താൻ അനുഭവിച്ച ഈശോയെ കുറിച്ച് മറ്റുള്ളവരോട് പറയാൻ തുടങ്ങുമ്പോൾ പ്രിയപ്പെട്ടവരെ, അവരാരെ സ്നേഹിക്കാൻ തുടങ്ങും? യേശുവിനെ സ്നേഹിക്കാൻ തുടങ്ങും. നമ്മൾ നമ്മളെക്കുറിച്ച് തന്നെ പറയുമ്പോൾ ആരെ സ്നേഹിക്കുമ്പോൾ അവർ നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങും. ഈശോയെ കുറിച്ച് പറയുമ്പോൾ അവര് യേശുവിനെ, പരിശുദ്ധ കുർബാനയിൽ വസിക്കുന്ന ജീവനുള്ള ദൈവത്തെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ അവരിൽ യേശു വെളിപ്പെടുമ്പോൾ അനേകം മക്കളിലേക്ക് ആ യേശുവിന്റെ സ്നേഹം വ്യാപരിക്കപ്പെടും. കരമുയർത്തി തമ്പുരാനെ ഒന്ന് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മൾ ആരെങ്കിലും പറയാറുണ്ടോ? എത്രയേറെ അനുഭവം കിട്ടിയാലും, എത്രയേറെ ദൈവാനുഗ്രഹങ്ങൾ കിട്ടിയാലും നമ്മൾ പറയാറുണ്ടോ? പറയാറില്ല. അതാണ് അഭിഷേകം. ഒരു ചേച്ചി കഴിഞ്ഞ ദിവസം ധ്യാനത്തിൽ പങ്കെടുത്തപ്പോൾ, നല്ല സാമ്പത്തിക സ്ഥിതിയുള്ള ചേച്ചി, നല്ല വിദ്യാഭ്യാസമുള്ള ചേച്ചി, നല്ല ബുദ്ധിയുള്ള ചേച്ചി, ആ ചേച്ചി ധ്യാനം കൂടുകയും പ്രാർത്ഥനയുടെ സമയത്തൊക്കെ ശക്തമായിട്ട് ചേച്ചി പ്രാർത്ഥിച്ചു. ശരീരത്തിൽ ഇച്ചിരി രോഗപീഠകൾ ഒക്കെ ഉണ്ടായിരുന്ന ചേച്ചി ശക്തമായിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈശോയെ ആരാധന, ഈശോ ഈശോയെ എന്നൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇവിടെ ലാസ്റ്റ് ദിവസം, ധ്യാനത്തിന്റെ ലാസ്റ്റ് ദിവസം പരിശുദ്ധ കുർബാന സ്വീകരിച്ച സമയത്ത് അത് രക്തത്തിന്റെ ഒരു ചൊവ്വയായിട്ട് അനുഭവപ്പെടുകയാണ്. നാവിലിരുന്ന പരിശുദ്ധ കുർബാന ജീവനുള്ള മാംസമായിട്ട് അധരത്തില് ചലിക്കപ്പെടുന്നതായി അനുഭവിച്ചു. കരമുയർത്തി തമ്പുരാനെ ഒന്ന് മഹത്വപ്പെടുത്താമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ കുർബാന ജീവിക്കുന്ന ക്രിസ്തുവാണ് എന്ന് ആ സഹോദരിക്ക് ബോധ്യമായി. കരമുയർത്തി തമ്പുരാനെ ഒന്ന് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? ശക്തിയോടെ വിളിക്കാമോ? കണ്ടതുകൊണ്ട്, അനുഭവിച്ചതുകൊണ്ട് വിശ്വസിച്ചു. വചനം പറയുന്നു, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. വിശ്വാസത്തിലൂടെ വേണം കൃപ നമ്മളിലേക്ക് കടന്നു വരാൻ. ചേച്ചിക്ക് അനുഭവം ഉണ്ടാവുകയാണ്. ഇത് ജീവനുള്ള ദൈവ, യേശുവിന്റെ ശരീരമാണ്, ഇത് ജീവനുണ്ട്, അത് ചലിക്കുക അധരത്തിലിരുന്നു കൊണ്ട്. ഈ ഒരു അനുഭവം, വിശ്വാസം വർദ്ധിക്കപ്പെടുക. അവിടെ വലിയ അഭിഷേകം ഉണ്ടായി. അവര് വരുമ്പോ ഫാമിലിയായിട്ടൊരു മോളെയുള്ളൊരു കൊച്ചു 10ാം ക്ലാസ്സിൽ അന്ന് പഠിക്കും. ആ കുട്ടിയായിട്ടാ വന്നേ. ഇവിടെ വരുന്ന ആ വഴി തൊട്ട് വീട്ടു തൊട്ടെന്നു ആ കുട്ടി ഛർദ്ദിക്കാൻ തുടങ്ങി. ഏകദേശം ധ്യാന സമയത്ത് 2 ദിവസത്തോളം ആ കുട്ടി ഛർദ്ദിച്ചുകൊണ്ടേയിരുന്നു. 3ാമത്തെ ദിവസം പൂർണ്ണ സൗഖ്യം പ്രാപിച്ചു. എന്തൊക്കെ പീഡകള്, രോഗങ്ങള് അവരുടെ കുടുംബത്തിൽ നിന്ന്, വ്യക്തികളിൽ നിന്ന് വിട്ടുമാറി പോവുകയും അതിനുശേഷമാണ് അവരുടെ ശരീരത്തില് ദൈവത്തിന്റെ മഹത്വം നാവില് വെളിപ്പെട്ടത്. കരമുയർത്തി ഒരിക്കൽ കൂടി നമുക്ക് സ്തുതിച്ച് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഫിലിപ്പോസിന്റെ വാക്കുകൾ കേൾക്കുകയും അവർ പ്രവർത്തിച്ച അടയാളങ്ങൾ കാണുകയും ചെയ്ത ജനക്കൂട്ടം അവൻ പറഞ്ഞ കാര്യങ്ങൾ ഏക മനസ്സോടെ ശ്രദ്ധിച്ചു. സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരുന്ന സമയത്ത്, യേശുവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ആ സമൂഹത്തിന്റെ മേൽ ഈശോ വചനം, വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തിയും ഒക്കെ സംഭവിച്ചുകൊണ്ടേയിരുന്നു. വചനം എവിടെ പ്രഘോഷിക്കപ്പെടുന്നുണ്ടോ അവിടെയെല്ലാം ദൈവിക സാന്നിധ്യം, പരിശുദ്ധ കുർബാനയുടെ ശക്തി, യേശുവിന്റെ ശക്തി വെളിപ്പെട്ടുകൊണ്ടേയിരിക്കും. സ്വീകരിച്ച പരിശുദ്ധ കുർബാനയുടെ അഭിഷേകം വെളിപ്പെട്ടുകൊണ്ടിരിക്കും. ഇവിടെ ആദിമ കാലഘട്ടത്തിലെ പോലെയല്ല. ഇന്ന് സൗഖ്യം ഏറെയാണ്. അത് വെളിപ്പെടുവാൻ സാധ്യത കൂടുതലാണ്. അന്ന് വെളിപ്പെട്ടതിനേക്കാൾ ഏറെ സാധ്യതയുണ്ട് ഇന്ന് നമ്മുടെ ശരീരത്തിൽ രോഗശാന്തിയും അത്ഭുതങ്ങളും അടയാളങ്ങളും വിശ്വാസത്തിന്റെ അഭിഷേകമൊക്കെ വർദ്ധിക്കപ്പെടുവാൻ കൂടുതൽ സാധ്യതകൾ കൂടുതലാണ്. കാരണം എന്നും പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവർ, നമ്മൾ യേശുവിന്റെ ശരീരം രക്തവും സ്വീകരിക്കുന്നവരാണ്. പക്ഷെ നമ്മുടെ വിശ്വാസക്കുറവ് മൂലമാണ് ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും നമ്മുടെ ശരീരത്തിൽ വെളിപ്പെടുവാൻ സാധിക്കാതിരിക്കുന്നത്. നമ്മുടെ വിശ്വാസരാഹിത്യം മൂലം. ഫിലിപ്പോസ് പ്രസംഗിക്കുന്ന സമയത്ത്, യേശുവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളെ സംബന്ധിച്ച് നമ്മളിവിടെ സാക്ഷ്യം കേൾക്കുന്നുണ്ട്. ഇവിടെ വചനം പ്രഘോഷിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, ഈശോയെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ആര് തരുന്നുണ്ട്? ഈശോ തരുന്നുണ്ട്. പ്രഘോഷിക്കുന്ന വ്യക്തിയിലൂടെ, ആ വചനത്തിലൂടെ എങ്ങനെ ആരെ സുഖപ്പെടുന്ന? യേശുവാണ് അവിടെ സൗഖ്യം നൽകുന്നത്.
അവർ കേട്ട വചനം അവരുടെ ശരീരത്തിൽ വെളിപ്പെടുമ്പോൾ രോഗശാന്തി ഉണ്ടാകുന്നത്. അവർ ആഗ്രഹിക്കുന്ന നിയോഗത്തിന്റെ മേൽ ദൈവത്തിന്റെ ശക്തി വെളിപ്പെടുമ്പോൾ ആ നിയോഗം ഒരു അനുഗ്രഹമായിട്ട് മാറ്റപ്പെടുകയാണ്. ആദ്യമ സഭയിൽ സംഭവിച്ചുകൊണ്ടിരുന്ന സംഭവങ്ങൾ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുക. ജനത്തിന് വെളിപ്പെടുന്നപ്പോൾ അവർ വളരെ ശ്രദ്ധാപൂർവം ഫിലിപ്പോസ് പ്രസംഗിക്കുമ്പോൾ അവർ ശ്രദ്ധാപൂർവം അവർ വചനം കേട്ടു, യേശുവിനെ കുറിച്ച് കേട്ടുകൊണ്ടേയിരുന്നു. അപ്പോഴാണ് അവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തിയും ഒക്കെ സംഭവിച്ചുകൊണ്ടേയിരുന്നത്. കരങ്ങൾ ഉയർത്തി നമുക്ക് ഒരിക്കൽ കൂടി തമ്പുരാനെ ഒന്ന് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവരേക മനസ്സോടെ ഈ സമൂഹം എങ്ങനെ ഇത് കേൾക്കേണ്ട വചനം പല ചിന്തയോടെയാണ് കേൾക്കേണ്ടത്. ഏക മനസ്സോടെ ശ്രദ്ധാപൂർവം ദൈവത്തിന്റെ വചനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും? അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കും. നമ്മൾ പല ചിന്ത ഉണ്ടായാലോ? പരിശുദ്ധ അമ്മ എന്താ ചെയ്തേ? സഹിയോൻ മാളിക മുറിയില് ഇവരെ ഇരുത്തി അങ്ങ് പ്രാർത്ഥിക്കുക. പെന്തക്കോസ്ത അനുഭവം ഇവരുടെ ശരീരത്തിൽ വെളിപ്പെടുന്നത് വരെ അമ്മ ഇവരെ സഹിയോൻ ഊട്ടുശാലയില് അവരെ ഒരുമിച്ചിരുത്തി അവരുടെ മനസ്സ് ഏക മനസ്സാകുന്നതുവരെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഇന്ന് ആത്മീയ വളർച്ചയുണ്ടാകുന്നില്ല. നമ്മൾ ചിന്തിച്ചു നോക്കി, നമ്മൾ എത്ര കാലമായിട്ട് പ്രാർത്ഥിക്കും, നമുക്ക് ആത്മീയമായിട്ടുള്ള മുന്നേറ്റം ഉണ്ടാകുന്നുണ്ടോ? ഭൗതികമൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാകുന്നുണ്ടായിരിക്കാം, പക്ഷെ ആത്മീയമായിട്ടുള്ള വളർച്ച ഇത്രയും ശുശ്രൂഷ ഇപ്പൊ നമ്മൾ 8 വർഷത്തോളം ഈ ദേവാലയത്തിൽ ഒരുമിച്ച് വിടാൻ തുടങ്ങിയിട്ട് നമുക്ക് ആത്മീയമായിട്ട് എന്തുമാത്രം നമുക്ക് വളരാൻ സാധിച്ചിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മുടെ ശരീരത്തിൽ എന്തുമാത്രം വെളിപ്പെട്ടിട്ടുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. ഈ ആത്മാവിന്റെ അഭിഷേകം നമ്മുടെ അധരങ്ങളിലൂടെ എന്തുമാത്രം വ്യക്തികളിലേക്ക് പകരപ്പെട്ടു. ഇന്ന് വെളിപ്പെടാത്തതിന്റെ കാരണം എന്ന് പറയുമ്പോൾ ഒന്ന് അസൂയയാണ്. രണ്ടാമത്തെ കാര്യം അവരുള്ള മറ്റുള്ളവരുടെ കുറ്റം പറയുന്ന അവസ്ഥ. വെളിപ്പെടത്തില്ല ഒരു കാരണവശാലും. ഇന്ന് ആത്മാവിന്റെ അഭിഷേകം വെളിപ്പെടാണ്ട് മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞ അധരം പാപത്തിന്റെ അടിമത്തത്തിലായോണ്ട്, മനസ്സും ചിന്തകളും പാപത്തിന്റെ അടിമത്തത്തിലായോണ്ട് ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിന് അവരുടെ ശരീരത്തിലോ അവരുടെ അധരങ്ങളിലൂടെ വെളിപ്പെടുവാൻ സാധിക്കാതെ ബന്ധനാവസ്ഥയിലിരിക്കുക. ഈ ഒരു അവസ്ഥ നമുക്ക് വിട്ടുമാറണം. ആത്മീയമായിട്ട് എന്തുമാത്രം നമുക്ക് വളരാൻ സാധിക്കുന്നുണ്ട്. സ്വർഗരാജ്യം ഉറപ്പ്. ആത്മീയമായിട്ട് മരണം വരെയും ആത്മീയതയില് വിശുദ്ധിയില് നിലനിന്നാൽ സ്വർഗരാജ്യം ദൈവം അവകാശമായി ഭൂമിയിലും സ്വർഗത്തിലും നമുക്ക് തരികയാണ്. സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആക്കണമേ എന്ന് പിതാവിനോട് പ്രാർത്ഥിക്കുന്ന ആ വലിയ പ്രാർത്ഥന പഠിപ്പിച്ചിട്ടാണ് ഈശോ സ്വർഗസ്ഥനായ പിതാവിന്റെ സന്നിധിയിലേക്ക് ചെന്ന് ഈ പ്രാർത്ഥിക്കുവാൻ, നമ്മളെ സഹായിക്കുവാൻ സഹായകനായ പരിശുദ്ധാത്മാവിനെ നമ്മളിലേക്ക് നൽകിക്കൊണ്ട് അവിടുന്ന് നമ്മെ ഇന്ന് പ്രാർത്ഥിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണേ. ഇപ്പൊ കൃപ വെളിപ്പെടാത്തതിന്റെ കാരണം എന്താ? ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ഞങ്ങളെ ഉപദ്രവിച്ചവരോട് ഞങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ആത്മാവിന്റെ ശക്തി നമ്മുടെ ശരീരത്തിൽ വെളിപ്പെടുന്നില്ല. നന്ദി പറഞ്ഞ് നമുക്ക് ദൈവത്തെ ഒരിക്കൽ കൂടി മഹത്വപ്പെടുന്ന ഈശോയെ നന്മ നിറഞ്ഞ വ്യക്തികളാക്കി മാറ്റുവാൻ പരിശുദ്ധി അമ്മേ, ഈ മണിക്കൂറിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവിക നന്മയുള്ളവരായി തീരുവാൻ, വിശുദ്ധിയുള്ളവരായി തീരുവാൻ, വിശ്വാസമുള്ള ഒരു ജനതയായി മാറ്റപ്പെടുവാൻ തമ്പുരാനെ ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുത്തെ ആത്മാവിനെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരമുയർത്തി നമുക്ക് ഒരിക്കൽ കൂടി സ്തുതിച്ച് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടും. എല്ലാവരും സ്വതന്ത്രമായിട്ട് സ്തുതിച്ച് വലിയ അഭിഷേക ആത്മാവിന്റെ ശക്തി നിങ്ങളിൽ വെളിപ്പെടുന്നതായ ആത്മാവ് സന്ദേശം തരുന്നുണ്ട്. ഒരു ആത്മീയ മുന്നേറ്റം, ഒരു ജനത മുഴുവൻ അഭിഷേകം നിറയപ്പെടുവാൻ, ഈ സമൂഹം മുഴുവൻ ആത്മാവിൽ നിറഞ്ഞ ഫിലിപ്പോസ് പറഞ്ഞതുപോലെ യേശുവിനെ കുറിച്ച് മാത്രം പറയുവാനുള്ള, മറ്റുള്ളവരുടെ കുറ്റം പറയുന്ന, മറ്റുള്ളവരുടെ ബലഹീനത പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ അധരങ്ങള് യേശുവിനെ കുറിച്ച് മാത്രം പ്രഘോഷിക്കുന്ന അധരങ്ങളായി രൂപപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആത്മാവിന്റെ ശക്തി ഓരോ നാവിലും വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓരോ ശരീരങ്ങളിലും ദൈവിക ശക്തി വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മധ്യസ്ഥ പ്രാർത്ഥന ഗ്രൂപ്പ് അഭിഷേകത്തിൽ നിന്ന് അഭിഷേകത്തിലേക്ക് ഉയരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി തമ്പുരാനെ ഒന്ന് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ,
ഇവിടെ ഈശോ കൂടെ നടന്നു. ഈശോയുടെ ആഗ്രഹം, ഈശോ കൂടെ നടക്കുന്ന ശിഷ്യന്മാരുടെ കൂടെ ഈശോയുടെ ആഗ്രഹം എന്താ? ഈ 12 പേരും ആത്മാവിനാൽ നിറഞ്ഞ് ഈ 12 പേരിലും ദൈവമഹത്വം വെളിപ്പെട്ട് ഈ 12 പേരും യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രഘോഷിച്ച് ക്രിസ്തു പിതാവിന്റെ സ്നേഹം ഇവരിലൂടെ മറ്റുള്ളവരിൽ വെളിപ്പെട്ട് കർത്താവിന്റെ കാരുണ്യത്തില് ഇവരെല്ലാം പങ്കുചേർന്ന് രക്ഷ അനുഭവിക്കുവാനാണ് പുത്രൻ തമ്പുരാൻ ആഗ്രഹിച്ച് കൂടെ നടന്ന് പഠിപ്പിച്ച് കാണിച്ചു കൊടുത്ത് എല്ലാം ചെയ്തിട്ടും എങ്ങോട്ടാ പോയി യൂദാസ്? സാമ്പത്തികത്തിനോടുള്ള ആഗ്രഹം, അതിനെക്കുറിച്ചുള്ള ചിന്തകള്, ആ നാവ് അതിനുവേണ്ടി ഉപയോഗിക്കുകയോ. ഈ വ്യഗ്രതയിലൂടെ നടന്നപ്പോ അഭിഷേകം വെളിപ്പെട്ടില്ല. അവിടെ വെളിപ്പെട്ടത് ആ ഉള്ളിലുള്ള ചിന്താഗതി വെളിപ്പെട്ടപ്പോൾ അത് വലിയ അപകടമായിട്ട് മാറുക. നമ്മുടെ ചിന്താഗതിയെ നമ്മളിൽ വെളിപ്പെടുന്നത്, നമ്മുടെ മനോഭാവമാണ് നമ്മളിൽ വെളിപ്പെടുന്നത്. ആ മനോഭാവം വെളിപ്പെടുമ്പോൾ വലിയ തകർച്ചയുണ്ടാകുന്നത്. നമ്മുടെ അശുദ്ധമായ പ്രവർത്തികൾ വെളിപ്പെടുമ്പോൾ വലിയ തകർച്ചയുണ്ടാകുന്നത്. പ്രിയപ്പെട്ടവരെ, ആ പരിശുദ്ധി അമ്മ ചേർത്തിരുത്തി ഇവരെ പ്രാർത്ഥിപ്പിക്കുക. ആത്മാവിന്റെ ശക്തി വെളിപ്പെടുവാൻ വേണ്ടി ശരീരത്തില് ദൈവ മഹത്വം വെളിപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. സ്വീകരിച്ച പരിശുദ്ധ കൂദാശ മാമുദീസയുടെ ആ ശക്തി ശരീരത്തില് വെളിപ്പെടാൻ വേണ്ടി അമ്മ ഇങ്ങനെ പ്രാർത്ഥിക്കുക. ഈ സമൂഹം എന്തിനു വേണ്ടിയാ പ്രാർത്ഥിക്കണ്ടേ? ആത്മാവിന്റെ ശക്തി ശരീരത്തില് അപ്പസ്തോലന്മാര് വെളിപ്പെട്ടതുപോലെ വെളിപ്പെടുമ്പോ വചനത്തിൽ ജീവിക്കുവാൻ ദൈവം കൃപ തരിക. ഈശോയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. ഈ അഭിഷേകം വ്യാപരിച്ച പ്രിയപ്പെട്ട അഭിഷേകം വെളിപ്പെട്ടപ്പോൾ പിന്നീട് ശിഷ്യന്മാര് പുറത്തേക്ക് ഇറങ്ങിപ്പോവുക. ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് ചെമ്മരിയാടുകളെ എന്ന പോലെ ഈശോ അയക്കുകയാണ്. ആ ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് എന്ന വചനം പ്രഘോഷിച്ചപ്പോൾ ഈ ചെന്നായ്ക്കളും ചെമ്മരിയാടുകളെ പോലെ ഇണങ്ങിച്ചേരുകയാ. ചെന്നായായിട്ട് ആര് വന്ന സാവൂള് അവസാനം എന്തായി മാറി? ചെമ്മരിയാടായിട്ട് മാറുകയാ. പ്രിയപ്പെട്ടവരെ, ദൈവവചനം അങ്ങോട്ട് നമ്മളെ അഭിഷേകം തന്നിട്ടല്ല, ആത്മാവിനെ തന്നിട്ട് ദൈവം അങ്ങോട്ട് അയക്കുന്നേ. നമ്മൾ അവിടെ ചെന്ന് എങ്ങനെയായി മാറുകയാ? ആ ചെന്നായിയോട് വേറൊരു ചെന്നായി കൂടി ചേർന്ന് ചെന്നായായിട്ട് നമ്മൾ മാറുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിക്കടിച്ച് അവിടെ നശിക്കുക. മനോഭാവം മാറ്റം വരികയാണ്. ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് ചെമ്മരിയാടിനെ പോലെ അങ്ങോട്ട് അയക്കുക. ഓരോ കുടുംബങ്ങളിലേക്ക് നമ്മളെ അയക്കുന്ന എങ്ങനെ ദൈവം? അവിടെ വലിയ മാനസാന്തരം നമ്മളിലൂടെ അവിടെ വലിയ മാനസാന്തരം ഉണ്ടാകുവാൻ വേണ്ടിയാ. ചെന്നായായിട്ട് നിൽക്കുന്ന വ്യക്തി ചെമ്മരിയാടായിട്ട് മാറ്റപ്പെടുവാൻ വേണ്ടി ദൈവാത്മാവിനെ നിവേശിപ്പിച്ചുകൊണ്ടാണ് ഓരോ ഭവനങ്ങളിലേക്കും നമ്മളെ ദൈവം പറഞ്ഞയച്ചിരിക്കുന്നത്. ആ ഭവനങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മൾ എന്തായിട്ട് മാറുക? ചെന്നായായിട്ട് മാറുമ്പോൾ ദൈവത്തിന്റെ മഹത്വം അവിടെ വെളിപ്പെടുന്നില്ല. അവിടെ സംഭവിക്കുന്നത് യൂദാസിൽ പ്രവർത്തിച്ച ആ ദുഷ്ടപിശാച് പ്രവർത്തിക്കുമ്പോൾ അവിടെ വലിയ അപകടങ്ങളും ദുരന്തങ്ങളും ഒക്കെ ഉണ്ടാവുകയാണ്. നമ്മുടെ വെളിപ്പെടണം എന്നാ? ദൈവാത്മാവ്. അവിടെ സൗഖ്യ, അവിടെ അഭിഷേകമാ, അവിടെ ദൈവാനുഗ്രഹ. ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന തകർച്ചകൾ, അവിടെ ആത്മാവ് പ്രവർത്തിക്കണ തകർച്ച വരുമോ? കടബാധ്യത, ദാരിദ്ര്യം, ദുരിതങ്ങള് ഒക്കെ ഉണ്ടാവും? ഒരിക്കലും ഉണ്ടാവത്തില്ല. ദൈവാത്മാവ് എവിടെ പ്രവർത്തിക്കുന്നോ അവിടെ എല്ലാം വലിയ ആത്മീയവും ഭൗതികമായ മുന്നേറ്റങ്ങൾ സംഭവിക്കും. അതാണ് വചനഭാവം നമ്മെ പഠിപ്പിക്കുന്നത്. എന്നാൽ അശുദ്ധാത്മാക്കൾ തങ്ങൾ ആവേശിച്ചിരുന്നവരെ വിട്ട് ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് പുറത്തുപോയി. യേശുവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നപ്പോൾ അശുദ്ധാത്മാവ് ബാധിച്ചിരുന്ന ശരീരത്തിൽ നിന്ന് അശുദ്ധാത്മാക്കള് വലിയ ശബ്ദമുണ്ടാക്കി അവരുടെ ശരീരങ്ങളിൽ നിന്ന് വിട്ടൊഴിഞ്ഞു പോയി എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുക. പ്രിയ ദൈവജനമേ, നാം ഓരോരുത്തരും ആത്മാവിൽ നിറഞ്ഞ് ദൈവത്തെക്കുറിച്ച് യേശുവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നേ? അശുദ്ധാത്മാക്കൾ പോലും ശരീരങ്ങളിൽ നിന്ന് വിട്ടകന്നു പോകുമെന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. കരം ഉയർത്തിപ്പിടിച്ച് തമ്പുരാനെ ഒന്ന് മഹത്വപ്പെടുത്താമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അനേകം തളർവാദ രോഗികളും മുടന്തന്മാരും സുഖം പ്രാപിച്ചു. അഭിഷേകം വെളിപ്പെട്ട അപ്പസ്തോലൻ പീലിപ്പോസ്, വചനം വെളിപ്പെട്ട പീലിപ്പോസ് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ മുടന്തന്മാർ എഴുന്നേറ്റ് നന്നായിട്ടങ്ങ് നടക്കുക. മോചനശക്തി ഒന്ന് ഓർത്തു നോക്കിയേ. കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ ധ്യാനത്തില വളഞ്ഞിരുന്ന ഒരു കാല് നുവർന്നു. പ്രിയപ്പെട്ടവരെ, വചനം പ്രഘോഷിച്ചുകൊണ്ടിരുന്ന സമയത്ത്, ദിവ്യകാരുണ്യ ആരാധന നടന്നുകൊണ്ടിരുന്ന സമയത്ത് ഈ ശരീരത്തിൽ, ആ സഹോദരിയുടെ ശരീരത്തിലെ അസ്ഥികൾ നുവർന്നു. കരമുയർത്തി തമ്പുരാനെ മഹത്വപ്പെടുത്താമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നട്ടലില് വളഞ്ഞിരുന്നൊരു അമ്മച്ചി, കൂനിപ്പിടിച്ച് ധ്യാനത്തിന് വന്ന അമ്മച്ചി, തിരുവചനം കേട്ട് ദൈവത്തെ ആരാധിച്ച ആ സമയത്ത് അമ്മച്ചിയുടെ
കൂനെന്ന് പറഞ്ഞ് നട്ടെല്ല് നിവർന്ന് പ്രിയപ്പെട്ടവരെ കരമുയർത്തി തമ്പുരാനെ മഹത്വപ്പെടുത്താമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? അങ്ങനെ ആ നഗരത്തില് വലിയ സന്തോഷമുണ്ടായി. അശുദ്ധാരൂപി വിട്ടുപോയപ്പോ, പീഡ വിട്ടുപോയപ്പോ വ്യക്തികൾ സന്തോഷിക്കാൻ തുടങ്ങി. ആത്മാവ് നിറയുക. ദൈവശക്തി വെളിപ്പെടുമ്പോഴാണ്. അവിടെ ശുശ്രൂഷ സമയത്ത് കൈവപ്പ് ശുശ്രൂഷയുണ്ട്. ഈ സമയത്ത് ആത്മാവിന്റെ ശക്തി വെളിപ്പെടുമ്പോൾ ആളുകൾ മറിഞ്ഞു വീഴും. ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഇതാ, ഈശോയെ നീ വ്യക്തിയുടെ ശരീരത്തില് വെളിപ്പെടണേ. സ്വീകരിച്ച പരിശുദ്ധ കൂദാശകള് ഈ ശരീരത്തിൽ വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുമ്പോ പ്രിയപ്പെട്ടവരെ, ആ കൂദാശ ആ ശരീരത്തില് വെളിപ്പെടുമ്പോൾ ചില രോഗപീഠകള് ശരീരങ്ങളിൽ നിന്ന് വിട്ടകൊന്നു പോകുക. ക്യാൻസർ രോഗിയായ ഒരു സഹോദരി ആദ്യത്തെ ധ്യാനത്തില് ശരീരത്തില് ദൈവാത്മാവ് വെളിപ്പെട്ടില്ല. ആ സമയത്ത് ആ സഹോദരി പറഞ്ഞ് രണ്ടാമത്തെ ധ്യാനം വീണ്ടും എളുപ്പം കൂടാൻ പറഞ്ഞു. ആ സഹോദരി രണ്ടാമത്തെ ധ്യാനം കൂടുക. ആ സമയത്ത് കൈവപ്പ് ശുശ്രൂഷ സമയത്ത് ഈ സഹോദരിയുടെ ശരീരത്തില് ദൈവാത്മാവ് വെളിപ്പെട്ട് പ്രിയപ്പെട്ടവരെ, ഈ സഹോദരി മറിഞ്ഞടിച്ച് താഴേക്ക് വീഴുക. ആത്മാവിന്റെ ശക്തി വെളിപ്പെട്ടപ്പോൾ നമുക്ക് താങ്ങാൻ പറ്റത്തില്ല. ദൈവിക ശക്തിയെ നമുക്ക് താങ്ങാൻ പറ്റത്തില്ല. ഈശോ അത് വെളിപ്പെടുന്നുണ്ട്. ഈശോ ഗെത്സമൻ തോട്ടത്തിൽ നിന്ന് പ്രാർത്ഥന കഴിഞ്ഞ് ഇറങ്ങി വരുന്ന സമയത്ത് ഈശോയെ പിടിക്കാൻ വേണ്ടി കുറെ പേര് ഓടി വരുന്നുണ്ട്. യുദാസും ഉണ്ട് കൂടെ. അപ്പോൾ യേശു ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആരെ അന്വേഷിക്കുന്നു? യേശു തന്റെ ശക്തി വെളിപ്പെടുത്തിയപ്പോൾ അവർ പിന്നോട്ട് മറിഞ്ഞു വീണു. കരമുയർത്തി ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? ശക്തിയോടെ വിളിക്കാമോ? യേശുവേ ആരാധന. പ്രിയപ്പെട്ടവരെ, എന്ത് സംഭവിക്കുന്നു? അവിടെ വലിയ സന്തോഷം ഉണ്ടാവുകയും ദൈവിക ശക്തി, ദൈവ സാന്നിധ്യം ഫിലിപ്പോസ് യേശുവിനെ കുറിച്ച് പ്രഘോഷിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ദൈവാത്മാവ് അവരുടെ ശരീരങ്ങളിൽ വെളിപ്പെട്ടപ്പോൾ ഒത്തിരിയേറെ അത്ഭുതങ്ങളും അടയാളങ്ങളും അവിടെ സംഭവിച്ചു. അശുദ്ധാത്മാക്കൾ പോലും നിലവിളിച്ചുകൊണ്ട് ഓടി ഇറങ്ങിപ്പോവുക, ശരീരം വിട്ട് ഇറങ്ങിപ്പോവുക. അശുദ്ധ പ്രവർത്തിക്ക് പ്രേരണ കൊടുത്ത ചില അശുദ്ധാത്മാക്കള്, പൈശാചിക ശക്തികള് ശരീരങ്ങളിൽ നിന്ന് കാറി നിലവിളിച്ച് വിട്ടൊഴിഞ്ഞു പോയി എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുക. നമ്മൾ ഓരോരുത്തരും അങ്ങനെയാകുവാനാ സ്വർഗം ആഗ്രഹിക്കുന്നത്. 12 ശിഷ്യന്മാരെ ആത്മാവിൽ അഭിഷേകം ചെയ്ത് സഭയിലൂടെ അതേ അഭിഷേകം തന്നെ പുരോഹിതരുടെ കൈവപ്പിലൂടെ ആത്മേയർക്ക് ലഭിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ അഭിഷേകം വിശുദ്ധ ജീവിതം ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവ സാന്നിധ്യം നമ്മുടെ ശരീരങ്ങളിൽ വെളിപ്പെടും. പരീക്ഷണം ഉണ്ടാകും. ദൈവരാജ്യത്തിൽ കടന്നു വരുന്ന പരീക്ഷണം ഉറപ്പാ. എന്തിനാണ് അപേക്ഷിക്കുന്നത്? കൂടുതൽ കൂടുതൽ കൃപ കിട്ടാൻ വേണ്ടി അവൻ പിശാചിനാൽ നമ്മളെ പരീക്ഷിക്കുവാൻ അനുവദിക്കും. അതിനെ ഓരോന്നിനെയും അതിജീവിച്ച് കടന്നു വരുമ്പോൾ അകപ്പെട്ടു പോയാൽ ആ കൃപ നമ്മൾക്ക് നിലനിൽക്കത്തില്ല. വീണ്ടും നമ്മൾ പ്രാർത്ഥിക്കും, ഈശോയെ ആ കൃപ എനിക്ക് തരാവോ? ഈശോ നമുക്ക് കൃപ തരികയാണ്. ഈ പ്രലോഭനത്തെ അതിജീവിക്കുവാൻ ശക്തി ആർജിച്ചെടുക്കുന്ന ആ നിമിഷം പ്രിയ ദൈവജനമേ, നമ്മുടെ ശരീരത്തില് ദൈവാത്മാവിന്റെ ശക്തി വെളിപ്പെടും. ഈശോ മരുഭൂമിയിൽ 3 പിശാചിന്റെ പ്രലോഭനങ്ങളെ അതിജീവിച്ചപ്പോൾ ദൈവ സാന്നിധ്യത്തിന്റെ ശക്തി അവിടെ വെളിപ്പെട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മദ്യപാനിയുടെ ശരീരത്തിൽ ദൈവാത്മാവ് വെളിപ്പെടുന്നില്ല. സ്വയംഭോഗത്തിനും സ്വവർഗഭോഗത്തിനും വ്യഭിചാരത്തിന്റെയും അടിമത്തത്തിലേക്ക് കടന്നു പോകുന്ന ദൈവത്തിന്റെ ശരീരത്തില് ഒരു കാരണവശാലും ദൈവാത്മാവ് വെളിപ്പെടത്തില്ല. പാപം പാപമാണെന്ന് തിരിച്ചറിഞ്ഞ് ആ പാപത്തിൽ നിന്ന് വ്യതിചലിച്ച് ജീവിക്കുവാൻ, അകന്നു ജീവിക്കുവാൻ പരിശുദ്ധ റൂഹായോട് പ്രാർത്ഥിക്കുമ്പോൾ ആ പരിശുദ്ധ റൂഹ അതിനുള്ള ശക്തി നമുക്ക് പ്രദാനം ചെയ്യും. വീണ്ടും പ്രലോഭനം ഉണ്ടാകും. ഈ പ്രലോഭനത്തെ എപ്പോഴാണ് നമുക്ക് അതിജീവിക്കാൻ സാധിക്കുന്നത്? അതിജീവിക്കാൻ സാധിക്കുന്ന ആ സമയത്ത് ദൈവാത്മാവിന്റെ ശക്തി വെളിപ്പെടുകയാണ്. എല്ലാം ഉപേക്ഷിച്ച്, ലോകത്തെ മുഴുവൻ ഉപേക്ഷിച്ച്. കാരണം ഈശോയെ കുരിശ് കയറ്റി തറച്ച് ചാട്ടവാർ കൊണ്ട് അടിച്ച് അവനെ കൊന്നുകളഞ്ഞപ്പോൾ പ്രിയപ്പെട്ടവരെ, അപ്പസ്തോലന്മാര് ലോകത്തോടുള്ള സകല താല്പര്യങ്ങൾ ഉപേക്ഷിക്കുക. അവർ നടന്നുപോയ വഴികളിൽ ഒന്നും തന്നെ കിട്ടാതെയായി. പലയിറക്കിയപ്പോ പലയിലൊന്നും കിട്ടാതെയായപ്പോൾ അവർ ലോകത്തെ ഉപേക്ഷിച്ചുകൊണ്ട് ദൈവത്തെ പ്രാപിക്കുവാൻ ആഗ്രഹിച്ച അപ്പസ്തോലന്മാരുടെ ശിഷ്യന്മാരുടെ ശരീരത്തിൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെട്ട മക്കളെ, ലോകത്തോടുള്ള ലൗകികമായ ചിന്തകളെ പൂർണ്ണമായി ഉപേക്ഷിച്ചുകൊണ്ട് ദൈവത്തെ പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ ശരീരത്തിൽ
ദൈവാത്മാവ് വെളിപ്പെടും. കരമുയർത്തി ഒന്ന് സ്തുതിച്ച് തമ്പുരാനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? സ്വരമുയർത്തി വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? ഇവിടെ ഫിലിപ്പോസ് ഇങ്ങനെ ചെയ്തപ്പോ അവിടെ ഒരു മന്ത്രവാദി ഉണ്ടായിരുന്നു. മന്ത്രവാദി ഒത്തിരിയേറെ അടയാളങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പം അവിടെ ഉണ്ടായിരുന്ന ജനം വിചാരിച്ചെന്നറിയുമോ, ഈ മന്ത്രവാദത്തിലൂടെ വെളിപ്പെടുന്ന കാര്യം ദൈവത്തിന്റെ പ്രവൃത്തിയാണെന്ന് അവിടെയുള്ളവർ വിശ്വസിച്ച് ആ മനുഷ്യനെ സ്നേഹിക്കാനും ആ മനുഷ്യൻ പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കാനും തുടങ്ങി. ഈ സമയത്താണ് അവിടെ ഫിലിപ്പോസ് കടന്നു ചെല്ലുകയും തിരുവചനത്തിലൂടെ ദൈവിക അഭിഷേകം അല്ലെ സമാധാനത്തിന്റെ ശക്തി വെളിപ്പെടുത്തുകയും ചെയ്തു. അവര് കേട്ട് അതൊക്കെ അദ്ദേഹം പറഞ്ഞ ഈ അടയാളങ്ങളൊക്കെ കാണിക്കുമ്പോൾ അതൊക്കെ കണ്ട് ഈ മന്ത്രവാദി കാണിച്ചു കൂട്ടുന്ന അടയാളം കണ്ടപ്പോൾ വിശ്വസിക്കാൻ തുടങ്ങി. പക്ഷെ ഇവർക്ക് സമാധാനമൊന്നും കിട്ടുന്നില്ല. സമാധാനം കിട്ടിയപ്പോഴാ അവിടെ മന്ത്രവാദം ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? മന്ത്രവാദികളുടെ കൂടെ കൂടിയപ്പോ എന്ത് സംഭവിച്ചു? അവിടെ അശുദ്ധാത്മാക്കൾ ആവസിക്കപ്പെട്ടു. ശരീരങ്ങളിൽ അശുദ്ധാത്മാക്കൾ കടന്നു ചെല്ലാൻ തുടങ്ങി. അങ്ങനെ അശുദ്ധാത്മാക്കൾ ആവസിച്ചിരുന്ന വ്യക്തികളുടെ അടുത്ത് നിന്നാണ് ഫിലിപ്പോസ് തിരുവചനം പ്രഘോഷിച്ചത്. അവരിൽ നിന്നാണ് ഈ അശുദ്ധാത്മാക്കള് വിട്ടകന്ന് കാറി നിലവിളിച്ചുകൊണ്ട് അകന്നുപോയതെന്നാണ് തിരുവചന ഭാഗം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പസ്തോല പ്രവർത്തനം 8-ാം അധ്യായം 9 മുതൽ തിരുവചനം നമുക്ക് ശ്രദ്ധിക്കാം. മാന്ത്രികവിദ്യ നടത്തിക്കൊണ്ടിരുന്ന ശിമയോൻ എന്നൊരുവൻ ആ നഗരത്തിലുണ്ടായിരുന്നു. അവൻ വലിപ്പം ഭാവിച്ച് സമര്യാദേശത്തെ വിസ്മരിപ്പിച്ചു. ഈ മന്ത്രവാദം കാണിച്ച് അവിടെയുള്ളവരെയൊക്കെ ഭയപ്പെടുത്തി ഇങ്ങനെ അടയാളങ്ങൾ കാണിച്ച് അവരുടെ മനസ്സിനെയൊക്കെ കവർന്നെടുത്ത് ഇങ്ങനെ ഒരു വലിയ വ്യക്തിയായിട്ട് അവിടെ ഇങ്ങനെ നിലയുറപ്പിക്കുന്ന സമയത്താണ് തിരുവചനം അവിടെ വെളിപ്പെടുന്നത്. വചനശക്തി ആ സമൂഹത്തിന്റെ മേല് വെളിപ്പെട്ടപ്പോ എന്ന് സംഭവിച്ച് മന്ത്രവാദിയൊക്കെ ഉപേക്ഷിച്ച് ആരെ സമീപിച്ചു? യേശു ക്രിസ്തുവിനെ സമീപിക്കുക, അല്ലെങ്കിൽ വചനം പ്രഘോഷിച്ചിരുന്ന വ്യക്തിയുടെ അധരങ്ങളിലൂടെ കടന്നു വരുന്ന വചനത്തെ വിശ്വസിച്ച് ആ വചനത്തെ ആരാധിക്കുവാൻ ആരംഭിച്ചപ്പോൾ പ്രിയപ്പെട്ടവരെ ഈ വിശ്വാസം അവരിൽ നിന്ന് അപ്രത്യക്ഷമാകുക. മന്ത്രവാദത്തിലും കൂടോത്രത്തിലുള്ള വിശ്വാസം അവിടെ നഷ്ടപ്പെടുകയും ദൈവവിശ്വാസത്തിലേക്ക് അവർ ഉയർത്തപ്പെട്ടു. പ്രകാരം ചെറിയവൻ മുതൽ വലിയവർ വരെ എല്ലാവരും അവൻ പറയുന്നത് കേട്ടിരുന്നു. ഈ മന്ത്രവാദി പറയുന്നത് അവിടെ പാവപ്പെട്ടവർ മുതൽ ധനവാന്മാർ വരെയുള്ളവരെല്ലാം ഈ മന്ത്രവാദി പറയുന്നതനുസരിച്ചാണ് അവിടെ ജീവിച്ചിരുന്നത്. അങ്ങോട്ടാണ് സുവിശേഷം സദ്വാർത്ത ഫിലിപ്പോസിലൂടെ കടന്നു ചെന്നത്. പ്രിയപ്പെട്ടവരെ, പല ഭവനങ്ങളിലും ഇന്ന് ഈ ഒരു അവസ്ഥ നിലനിൽക്കുന്നുണ്ട്. അന്ധവിശ്വാസത്തില് നിലനിൽക്കുന്ന ഒത്തിരിയേറെ ഭവനങ്ങളുണ്ട്. ആ ഭവനങ്ങളിലെല്ലാം സുവിശേഷം സദ്വാർത്ത യേശുക്രിസ്തു വെളിപ്പെടണം. കരമുയർത്തി ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയെ എന്നൊന്ന് വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ചെറിയവർ മുതൽ വലിയവർ വരെ എല്ലാവരും അവൻ പറയുന്നത് കേട്ടിരുന്നു. അവൻ പറഞ്ഞു, മഹാശക്തി എന്ന് വിളിക്കപ്പെടുന്ന ദൈവിക ശക്തി തന്നെയാണ് ഈ മനുഷ്യൻ. അപ്പോ ഈ മനുഷ്യൻ ദൈവിക ശക്തിയാണെന്ന് വിശ്വസിക്കുക. ഈ മനുഷ്യനിലൂടെ കടന്നു വരുന്നത് മന്ത്രവാദത്തിന്റെയും കൂടോത്രത്തിന്റെയും ശക്തിയല്ല, ദൈവത്തിന്റെ ശക്തിയാണെന്ന് ഇവരങ്ങ് വിശ്വസിക്കുക. പക്ഷെ പ്രവർത്തിക്കുന്ന ആരാ? അശുദ്ധാരൂപിയുടെ പൈശാചിക ശക്തിയുടെ മന്ത്രവാദത്തിന്റെ ശക്തിയാണ് ഈ മനുഷ്യനിലൂടെ വ്യാപരിക്കുക. നെഗറ്റീവ് പവറാണ് വ്യാപരിക്കുക. അവിടെ സൗഖ്യം ഉണ്ടാകുന്നില്ല, അവിടെ സൗഖ്യം സംഭവിക്കുന്നില്ല. മുടന്തൻ അവിടെ നടക്കുന്നില്ല, എഴുന്നേറ്റ് നടക്കുന്നില്ല, അവന് പൂർണ്ണത കിട്ടുന്നില്ല. തളർവാദ രോഗിക്ക് അവിടെ സൗഖ്യം സംഭവിക്കുന്നില്ല. പക്ഷെ കിട്ടുന്നുള്ള വിശ്വാസത്തോടെ ഉള്ളതെല്ലാം കൊടുത്തോണ്ട് അവിടെ വന്ന് കിടക്കുക. ചെറിയവർ മുതൽ വലിയവർ വരെ എല്ലാവരും ഈ മന്ത്രവാദിയുടെ അടുത്ത് വന്ന് കിടക്കുക. ഇവിടെ അവിടെ ചെന്ന് വചനം പ്രഘോഷിക്കപ്പെടാൻ തുടങ്ങി. ദീർഘകാലമായി മന്ത്രവിദ്യ കൊണ്ട് അവരെ വിസ്മയിപ്പിച്ചിരുന്നതിലാണ് എല്ലാവരും അവനെ ശ്രദ്ധിച്ചു പോകുന്നത്. അവരെ അവിടെ അടുത്ത് നിന്ന് ഈ മന്ത്രവാദത്തിലൂടെ മറ്റുള്ളവരെ ഇങ്ങനെ കാണിച്ച് മറ്റു അടയാളങ്ങളോ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ കാണിച്ച് ഇവരെ വിശ്വസിപ്പിച്ചുകൊണ്ടിരുന്നവൻ. അവിടെയാണ് വലിയ സാന്നിധ്യം വെളിപ്പെടുന്നത്. ദൈവത്തിന്റെ മഹത്വം ആ സ്ഥലത്ത് വെളിപ്പെടും. എന്നാൽ ദൈവരാജ്യത്തെക്കുറിച്ചും യേശുക്രിസ്തുവിന്റെ നാമത്തെക്കുറിച്ചും ഫിലിപ്പോസ് പ്രസംഗിച്ചപ്പോൾ സ്ത്രീ പുരുഷന്മാർ എല്ലാവരും വിശ്വസിച്ച് ജ്ഞാനസ്നാനം സ്വീകരിച്ചു. ഈശോയെക്കുറിച്ച് പറഞ്ഞപ്പോ
അവരെല്ലാവരും യേശുക്രിസ്തുവിനെ വിശ്വസിച്ച് പരിശുദ്ധാത്മാവിനെ അവർ സ്വീകരിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മന്ത്രവാദത്തിന്റെയും കൂടോത്രത്തിന്റെയും അവസ്ഥയിലായിരുന്ന ദൈവമക്കളുടെ അടുത്ത് ചെന്ന് യേശുവിനെ കുറിച്ച് പ്രഘോഷിച്ചപ്പോൾ പ്രിയപ്പെട്ടവർ, അവരെല്ലാം യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് വീണ്ടും അവർ സ്നാനം സ്വീകരിക്കുക, അവർ ദൈവത്തിലേക്ക് കടന്നുവരും. ദൈവിക സാന്നിധ്യം അവരുടെ ശരീരത്തിൽ വെളിപ്പെടാൻ തുടങ്ങി. എങ്ങോട്ട് പോയി? മന്ത്രവാദ പ്രവൃത്തി, അശുദ്ധ പ്രവൃത്തികളെല്ലാം തകർക്കപ്പെട്ടു. ദൈവവചനം അവിടെ ചെന്നപ്പോ ഇതെല്ലാം അശുദ്ധ പ്രവൃത്തികളെല്ലാം തകർക്കപ്പെടുകയും ആ വ്യക്തികളെല്ലാം വിശുദ്ധിയിലേക്ക് കടന്നു വരികയും ചെയ്തു. നമ്മൾ കല്ല് വെച്ച മോതിരം, വിശ്വാസം നവരത്നത്തിന്റെ മോതിരം എടുത്തിട്ട രക്ഷപ്പെട്ടെന്നേ. ആരെ രക്ഷപ്പെടുന്നേ? കടക്കാരൻ രക്ഷപ്പെടും. മക്കളെ, നിങ്ങൾ എല്ലാവരും മേടിക്കുവാണെങ്കിൽ സ്വർണ്ണക്കടക്കാരൻ രക്ഷപ്പെടും, നിങ്ങൾ രക്ഷപ്പെടത്തില്ല. അന്ധവിശ്വാസത്തിലൂടെ കടന്നു പോകുമ്പോ യേശുക്രിസ്തുവിലൂടെ വരുന്ന രക്ഷ നിങ്ങൾക്ക് അന്യമാവുകയാ. നക്ഷത്ര ഫലം നോക്കിയിട്ട് അതനുസരിച്ചുള്ള മോതിരങ്ങൾ ധരിക്കുമ്പോൾ നമ്മുടെ വിശ്വാസം ഈ കല്ലിലേക്ക് പോകുമ്പോ വെള്ളക്കല്ലായ വിശുദ്ധ കല്ലായ യേശുക്രിസ്തുവിന്റെ അഭിഷേകം നമുക്ക് നഷ്ടപ്പെടുകയാണ്. എങ്ങോട്ട് നോക്കണ്ടേ? വെള്ളക്കല്ലിലേക്കാ. പരിശുദ്ധ കുർബാനയാകുന്ന വെള്ളക്കല്ലിലേക്ക് നോക്കിക്കൊണ്ട് ആ വെള്ളക്കല്ലിനെ സ്വന്തമാക്കുമ്പോൾ ഈ കല്ലിലൂടെയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് രക്ഷയുണ്ടാകുന്നത്. വെളിപാടിന്റെ പുസ്തകം 2-ാം അധ്യായം 17-ാം തിരുവചനത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. നമ്മൾ ഇന്ന് ധരിക്കുന്ന ഈ വെള്ളക്കല്ലിലൂടെ അല്ല, അല്ലെങ്കിൽ ഈ കല്ലിലൂടെ അല്ല രക്ഷ. പരിശുദ്ധ കുർബാനയാകുന്ന നിത്യജീവന്റെ വെള്ളക്കല്ലിലൂടെയാണ് ഇന്ന് നമുക്ക് രക്ഷ കിട്ടുന്നത്. ഈ കല്ലിലേക്ക് നമ്മൾ പോവാ. വിശ്വാസം, ഈ അശുദ്ധമായ ചിന്താഗതി നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധി വെളിപ്പെടത്തില്ല, ദൈവിക കൃപ വെളിപ്പെടത്തില്ല. ഞാൻ അവിടെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വ്യക്തിയുടെ കയ്യിൽ ഒരു വെള്ളക്കല്ല്, ഒരു ചുമലക്കല്ല്, സാധാരണ ചുമ്മാ കടയിൽ നിന്ന് മേടിച്ച കല്ലല്ല, ഇതിലൂടെ രക്ഷ കിട്ടുമെന്ന് പറഞ്ഞ് മുഴുത്ത ഒരു കല്ല്, അദ്ദേഹത്തിന് ധരിക്കാൻ പറ്റത്തില്ലാത്ത രീതിയിൽ, കൈക്ക് താങ്ങാൻ പറ്റത്തില്ലാത്ത രീതിയിൽ വലിയൊരു കല്ല്, അത് ആ സ്വർണ്ണത്തിൽ ഇങ്ങനെ കെട്ടിയിരിക്കുക. എന്നോട് പ്രാർത്ഥിക്കും, ഇതിനകത്തുനിന്ന് നെഗറ്റീവ് പവർ വരുന്നതായിട്ട് എനിക്കിങ്ങനെ ആത്മാവ് പ്രചോദനം തന്നു. അപ്പൊ ഞാൻ ഈ ആരാധന സമയത്ത് യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിന് ശക്തിയാൽ ഇതിനുള്ളിലുള്ള വസ്തുക്കളിൽ നിന്ന്, വ്യക്തികൾ ധരിച്ചിരിക്കുന്ന ഈ വസ്തുക്കളിൽ നിന്ന് ഈ അരൂപികളെല്ലാം വിട്ടകന്നു പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, ആരാധന കഴിഞ്ഞ സമയത്ത് തൊട്ട് എനിക്ക് ശക്തമായ തലവേദന തുടങ്ങി. എത്രമാത്രം നെഗറ്റീവായിട്ടുള്ള ശക്തിയാണ് ഈ സഹോദരൻ വഹിച്ചുകൊണ്ടിരുന്നത്. ഇത് അദ്ദേഹത്തിന് വലിയ തലവേദനയ്ക്ക് കാരണമായി തീരുമെന്ന് പരിശുദ്ധാത്മാവ് അടയാളങ്ങളിലൂടെ വെളിപ്പെടുത്തി തരികയാ. കരങ്ങൾ ഉയർത്തി തമ്പുരാനെ ഒന്ന് മഹത്വപ്പെടുത്താമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെന്ന് വിളിക്കാമോ? സ്വരം ഉയർത്തി വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? ചൊല്ലിയൊക്കെ ആ കുളിമുറി അവിടെ ഇരുന്ന പ്രശ്നമാണ് മന്ത്രവാദി പറഞ്ഞിരിക്കുക. അവിടെ ഇരുന്ന പ്രശ്നം കുളിമുറി. പാവപ്പെട്ട സഹോദരൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ, അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്ത് കൊണ്ട് ഏകദേശം ആ കുളിമുറിക്ക് ഒരു 1 ലക്ഷം രൂപയോളം മുടക്കാം. നല്ല സാധനങ്ങളൊക്കെ മേടിച്ച്, നല്ല ടൈൽസൊക്കെ മേടിച്ച്, നല്ല വൃത്തിയായിട്ട് ഉണ്ടാക്കി വെച്ചിരുന്ന കുളിമുറി പൊളിച്ചു കളയാൻ പറഞ്ഞിരിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അന്ധവിശ്വാസം പൊളിച്ച് മാറ്റപ്പെടാതെ, ദൈവിക വിശ്വാസത്തിൽ നാം നിറയപ്പെടാതെ കുളിമുറി പൊളിച്ചിട്ട് എന്ത് പ്രയോജനം? എന്റെ ഉള്ളില് വിശ്വാസത്തിന്റെ പൂർണ്ണത ലഭിച്ചാലേ ക്രിസ്തുവിന്റെ ശക്തി എന്റെ ശരീരത്തില് വെളിപ്പെടത്തുള്ളൂ, എന്റെ ജീവിതത്തില്, എന്റെ കുടുംബത്തില് വെളിപ്പെടത്തുള്ളൂ. അന്ധവിശ്വാസത്തിലൂടെ, അവിശ്വാസത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തിക്ക് വിശ്വാസത്തിന്റെ പൂർണ്ണതയില്ല. അതുകൊണ്ടാണ് അവർ പറയുന്നത്, കേൾക്കുന്നത്, പ്രിയപ്പെട്ടവർ, ചെറിയവർ മുതൽ വലിയവർ വരെ ഈ മന്ത്രവാദി പറയുന്നത് കേട്ടുകൊണ്ടിരുന്നു. അവർക്കൊന്നും സൗഖ്യം ലഭിച്ചിരുന്നില്ല. പക്ഷേ ഫിലിപ്പോസ് യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രഘോഷിച്ചപ്പോൾ, അവൻ പറഞ്ഞ കാര്യങ്ങൾ അവിടെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അവിടെ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചു. പ്രിയപ്പെട്ടവരെ, അവരെല്ലാവരും ക്രിസ്തുവിൽ ജ്ഞാനസ്നാനം സ്വീകരിച്ച് അവർ ഏകമനസ്സോടെ ഒരുമിച്ച് കൂടി ദൈവത്തെ മഹത്വപ്പെടുത്തി കരമുയർത്തിയൊന്ന് സ്തുതിച്ച് ആരാധിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വചനം പറയുന്നു, അപ്പോസ്തല പ്രവർത്തനം 8-ാം അധ്യായം 13-ാം തിരുവചനം, ശിമയോൻ പോലും വിശ്വസിച്ചു,
സ്നാനം സ്വീകരിച്ചു. മന്ത്രവാദി പോലും യേശു ക്രിസ്തുവില് വിശ്വസിച്ച് ജ്ഞാനസ്നാനം സ്വീകരിച്ചു എന്ന് തിരുവചനം പറയുന്നു. ഒരപ്പസ്തോലനിലൂടെ, ക്രിസ്തു ശിഷ്യനിലൂടെ തിരുവചനം പ്രഘോഷിക്കപ്പെട്ടവള് വിശുദ്ധ ജീവിതം നയിച്ചുകൊണ്ട് ദൈവത്തെക്കുറിച്ച്, യേശുവിനെ കുറിച്ച് പ്രഘോഷിച്ചപ്പോൾ മന്ത്രവാദി പോലും മാനസാന്തരപ്പെട്ടു എന്ന് തിരുവചന ഭാഗം നമ്മെ പഠിപ്പിക്കുന്നു. പ്രിയ ദൈവജനമേ, സ്വർഗം ആഗ്രഹിക്കുന്നത് നമ്മുടെ അധരങ്ങളിലൂടെ ഈ വചനങ്ങൾ പ്രഘോഷിക്കപ്പെടുമ്പോൾ വിശ്വസിച്ച് അവനിൽ നിന്ന് സ്നാനം സ്വീകരിച്ച് യേശുക്രിസ്തുവിനെ വിശ്വസിച്ച് ആ യേശുക്രിസ്തുവിലൂടെ സ്നാനം സ്വീകരിച്ചുകൊണ്ട് വചനം ഏതൊരു പൈതലും പ്രഘോഷിക്കപ്പെടുമ്പോൾ പ്രിയ ദൈവജനമേ, അവിടെ വലിയ മാനസാന്തരങ്ങളും അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തിയും സംഭവിക്കുമെന്നാണ് അപ്പസ്തോല പ്രവർത്തനം നമ്മെ പഠിപ്പിക്കുന്നത്. കരമുയർത്തി ഓരോ മകനും മകളും ഈ അഭിഷേകത്തിനായിട്ട് സ്വരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? അഭിശക്തിയോടെ വിളിക്കാമോ? ശിമയോൻ പോലും വിശ്വസിച്ചു. അവൻ ജ്ഞാനസ്നാനം സ്വീകരിച്ച് ഫിലിപ്പോസിന്റെ കൂടെ ചേർന്നു. ആരുടെ കൂടെ കൂടി? ഫിലിപ്പോസിന്റെ കൂടെ ശിഷ്യനായിട്ട് അവനും കൂടി, മന്ത്രവാദിയും കൂടി. പ്രിയപ്പെട്ടവരെ, ഇതാണ് അഭിഷേകം. ഞാൻ പറഞ്ഞാല് എന്റെ ജീവിത പങ്കാളി കേൾക്കത്തില്ല. ഞാൻ പറഞ്ഞാല് എന്റെ മകൻ ധ്യാനത്തിന് പോരത്തില്ലെന്നേ. ഞാൻ പറഞ്ഞാല് എന്റെ അയൽക്കാരനോട് പറഞ്ഞ അവരൊന്നും കേൾക്കത്തില്ല. കാരണം ആത്മാവ് നിറഞ്ഞ് ദൈവവചനത്തിൽ ജീവിച്ച് ആത്മാവ് വെളിപ്പെടുന്ന വ്യക്തി ആരെ വിളിച്ചാലും അവനോട് യേശുവിനെ കുറിച്ച് പറഞ്ഞാൽ അവൻ യേശുവിനെ തിരിച്ചറിഞ്ഞ് ദൈവരാജ്യത്തിലേക്ക് കടന്നു വരുമെന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുക. നമ്മുടെ ജീവിതം എങ്ങനെ കടക്കുവാന്നൊന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മുടെ മക്കൾ എവിടെ കിടക്കുക? ചിന്തിച്ചോ? അഭിഷേകം, ആ ദേശം മുഴുവൻ അഭിഷേകം കൊണ്ട് നിറയുക. ഓരോ മകന്റെയും മകളുടെയും വിളി ഇതാണ് പ്രിയപ്പെട്ടവരെ. അപ്പസ്തോലിക അഭിഷേകത്താൽ നിറയപ്പെടുവാനാ ക്രിസ്തു ശിഷ്യനാക്കി നമ്മളെ ദൈവം മാറ്റിയിരിക്കുന്നത്. ഇന്നത്തെ ജീവിതം എങ്ങനെയാ? അവിശ്വാസത്തിലും അന്ധവിശ്വാസത്തിലൂടെയും അവിശ്വസ്തയിലൂടെയും കടന്നു പോകുമ്പോൾ ദൈവിക അഭിഷേകം നമ്മുടെ ശരീരങ്ങളിൽ വെളിപ്പെടുന്നില്ല. നമ്മൾ പ്രഘോഷിക്കപ്പെടുന്നിടത്തൊന്നും സൗഖ്യം സംഭവിക്കത്തില്ല. കാരണം നമ്മുടെ ജീവിതം ഒരു തോന്നിവാസ ജീവിതമാണ്. ഇത് നമ്മൾ കുത്തിയിരുന്ന് കുറെ വചനം വായിക്കും. ഈ വചനം എന്താന്ന് പോലും നമുക്കറിയത്തില്ല. ചോദിച്ച പറയും രാവിലെ 2 മണിക്കൂർ, ഉച്ചയ്ക്ക് 1 മണിക്കൂർ, വൈകിട്ട് 2 മണിക്കൂർ, ഇത്ര 5 മണിക്കൂർ നേരം വചനം വായിക്കുന്നുണ്ട്. പക്ഷെ ജീവിക്കുന്നതോ തോന്നിവാസം ജീവിക്കുക. എങ്ങനെ ആത്മാവ് ആ ശരീരത്തിലോ ആ കുടുംബത്തിലോ അവരുടെ മക്കളിലോ വെളിപ്പെടും? വലിയ മാനസാന്തരം ഉണ്ടാകണ്ടേ? ആർക്കും വചനമൊന്നും കേൾക്കണ്ടെന്നേ. ഇതൊന്നും ആർക്കും അറിയേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാവർക്കും വന്ന് ആരാധിച്ച് പാട്ടൊക്കെ പാടി കൈയൊക്കെ കൊട്ടി അങ്ങ് പോയാ മതി. വചനം കേട്ടാലാ നമുക്ക് ആഗ്രഹം തീഷ്ണത വരുന്നേ. ഇങ്ങനെ ആയിത്തീരണം. ഫിലിപ്പോസിനെ പോലെ ആയിത്തീരണം. പത്രോസിനെ പോലെ ആയിത്തീരണം. പൗലോസ് അപ്പസ്തോലനെ പോലെ ആയിത്തീരണം. ആയിത്തീർന്നാലേ സ്വർഗം അവകാശമായി ഭൂമിയിൽ അനുഭവിക്കുവാൻ നമുക്ക് കിട്ടത്തുള്ളൂ. ഇല്ലെങ്കിൽ ആര് ഭരണം നടത്തും? സാത്താൻ, ആധിപത്യങ്ങള്, അന്ധകാര ശക്തികള് നമ്മുടെ മേൽ ഭരണം നടത്തുമ്പോൾ നമ്മുടെ ജീവിതം തകർച്ചയുടെയും ദുരിതത്തിന്റെയും ദുരന്തത്തിന്റെയും കഷ്ടപ്പാടുകളുടെയും വേദനയുടെയും അവസ്ഥയായിട്ട് മാറുകയാണ്. അവിടെ ദാരിദ്ര്യമില്ല. അപ്പസ്തോലന്മാര് ആത്മാവിനെ സ്വീകരിച്ച് അവരും വചനം പ്രഘോഷിച്ച് നടന്ന സമയത്ത് അവരിൽ ഒരു കുടുംബത്തിൽ അവരോട് ചേർന്നവരോ അവർക്ക് ഒരു ദാരിദ്ര്യവും അനുഭവിക്കേണ്ടി വന്നില്ല. ദാരിദ്ര്യമില്ല അവിടെ, അവിടെ പട്ടിണിയില്ല. എന്റെ കൂടെയുള്ളൊരു സഹോദരൻ എന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞെന്തറിയുമോ? ബ്രദർ പ്രാർത്ഥിക്കണം, പെങ്ങളെ കെട്ടിക്കണമെങ്കിൽ ലോൺ എടുക്കാൻ. ഞാൻ പ്രാർത്ഥിച്ചെങ്ങനെ അറിയാമോ? ലോൺ എടുക്കാതെ ആ മകന്റെ സഹോദരിയുടെ വിവാഹം നടക്കണം. എന്റെ പ്രാർത്ഥന അതാ, തമ്പുരാനെ നിന്റെ മഹത്വം ആ കുടുംബത്തില് വെളിപ്പെടുത്തി തരാവോ എന്ന്. പ്രിയപ്പെട്ടവരെ, ആ കുടുംബത്തില് ഇന്നലെയില് ദൈവത്തിന്റെ അഭിഷേകം മഹത്വം വെളിപ്പെട്ടു. കരമുയർത്തി ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോൺ എടുക്കാതെ പെൺകുട്ടിയെ കെട്ടിക്കാൻ സാധിക്കുക. കിട്ടിയ സമ്പത്ത് കുറച്ച് മിച്ചം വരുന്ന ഞാൻ കരുതുന്നേ. ദൈവം തമ്പുരാൻ കൊടുത്ത സമ്പത്ത് കുറച്ച് മിച്ചം വരും. കാരണം വിശ്വാസം അങ്ങോട്ട് പോയേ. അവനെ കെട്ടിക്കണ്ടേ. സൃഷ്ടിച്ചവനാണ് കെട്ടിക്കണ്ടേ. ഇന്ന് കെട്ടിക്കുന്ന ആരാ? നമ്മളാ. നമ്മൾ കെട്ടിക്കുവാണേ ലോൺ എടുക്കണം.
സർവ്വസമ്പത്തിന്റെ ഉടയവനായ തമ്പുരാന്റെ കൈവശം ഇതിനുള്ളതെല്ലാം ഉണ്ട് മക്കളെ. ഇതിലേറെയുണ്ട്. മിച്ചം വരുന്ന സമ്പത്ത് തമ്പുരാന്റെ കൈവശമുണ്ട്, യേശുവിന്റെ കൈവശമുണ്ട്. വിശ്വാസം എവിടെ കിടക്കുക? ബാങ്കിലോട്ട് നോക്കിയിരിക്കുക. ലോൺ തന്നിരുന്നെങ്കിൽ ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ ലോൺ കൊടുക്കരുത്, കുടുംബം കടക്കണിയിൽ അകപ്പെടും. നിന്റെ മഹത്വം അവിടെ വെളിപ്പെടുത്തണ്ടേ, നിന്റെ സാന്നിധ്യമാണ് ആ കുടുംബത്തില് വെളിപ്പെടുത്തണ്ടേ. അല്ല, ശുശ്രൂഷയിട്ട് എന്തർത്ഥം? ദൈവത്തിൽ വിശ്വസിച്ചിട്ട് എന്തർത്ഥമാ? ഇവിടെ ആ കാരുണ്യം അവിടെ വെളിപ്പെടണം. ആ കുടുംബത്തില് വെളിപ്പെട്ടു. തമ്പുരാന്റെ സ്നേഹം ആ കുടുംബത്തില് വെളിപ്പെടുക. അല്ലാതെ കടം മേടിച്ചു പോവല്ല. കടയില്ലാതെ ചെയ്യുന്ന പ്രവൃത്തി അഭിഷേകം. ബാങ്കിനുണ്ട് തല വെച്ചു കൊടുക്കുക, പിന്നെ അടയ്ക്കാൻ പറ്റുമോ? അടയ്ക്കാൻ പറ്റത്തില്ല. വരുമാനമുണ്ട്, പെണ്ണിനെ കെട്ടിച്ചു വെച്ചാൽ പിന്നെ വരുമാനമുണ്ടോ? പിന്നെ ഈ കഷ്ടപ്പെടുന്ന ഈ തുച്ഛമായ പൈസ എടുത്ത് അടയ്ക്കാൻ പറ്റത്തില്ല. നടക്കില്ല പരിപാടി. അവിടെ ആത്മാവിന്റെ ശക്തി അവിടെ വെളിപ്പെടണം. സർവ്വസമ്പത്തിന്റെയും ഉടയവനായ ദൈവത്തിന്റെ സാന്നിധ്യം കുടുംബത്തിൽ വെളിപ്പെടുമ്പോൾ അത് അനുഗ്രഹമായിട്ട് മാറുകയാ, അഭിഷേകമായിട്ട് മാറുകയാ. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? എത്ര പേർക്ക് വിശ്വാസമുണ്ട്? കൂട്ടിക്കരുതി വെക്കും. മക്കളെ കെട്ടിക്കാൻ സ്ഥലം വിറ്റ് പൈസ കൂട്ടി വെച്ചിരിക്കും. സമ്പത്തൊക്കെ ഉണ്ട്, പക്ഷെ ചെക്കനെ കാണുന്നില്ല. ആര് പോണം മുമ്പേ? നിനക്ക് മുമ്പേ ആര് പോണം? തമ്പുരാൻ പോണം, യേശു പോണം, ദൈവം പോണം. നിനക്ക് മുമ്പേ പോകും. അവിടുത്തെ എന്ത് ചെയ്യും? അന്ധകാരത്തിരിക്കുന്ന നിധി നിനക്ക് വെളിപ്പെടുത്തി തരുന്നേ. യേശു പറഞ്ഞ വചനതാ, ദൈവം പറഞ്ഞ വചനതാ. നിനക്ക് മുമ്പേ ഞാൻ പോകും. അപ്പനും അമ്മ അന്വേഷണ, മകൾക്ക് കല്യാണം നടക്കാൻ കാശ് മുഴുവൻ ഇട്ടിരിക്കുക ബാങ്കില്. തമ്പുരാൻ പോകുന്നില്ലെന്നേ, നിങ്ങളൊന്ന് നടത്തിക്കേ, ഞാനൊന്ന് കാണട്ടെ. ആരെ സ്നേഹിക്കുന്നില്ല, ആരോട് ചോദിക്കുന്നില്ല. നടത്തി തരണ തമ്പുരാനെ, നീ സൃഷ്ടിച്ച, നീ എന്റെ ഉദരത്തിൽ ഉരുവാക്കിയ ഈ കുഞ്ഞിന് ചേർന്ന ജീവിത പങ്കാളിയെ നീ കാണിച്ചു തരാവോ? അതിനുള്ള സമ്പത്ത് നീ വെളിപ്പെടുത്തുന്ന ആ വിവാഹം മംഗളകരാക്കാവുന്ന എത്ര പേര് പ്രാർത്ഥിക്കുന്നുണ്ട്? വാങ്ങിയിട്ടിട്ട് ഇരിക്കും കുത്തിപ്പിടിച്ച്. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഇരിക്കും മരം പോലെ. നീ ഇപ്പൊ ഈശോയെ കാണുന്ന എങ്ങനെയാ? മരം പോലെയാ. ഈശോ എങ്ങനെ ചോദിച്ചേ? മനുഷ്യനെ എങ്ങനെ കാണുന്ന നന്ദനോട് ചോദിച്ചപ്പോ എങ്ങനെയാ? കണ്ണിൽ തുപ്പിയിട്ട് ചോദിച്ചേ. വൃത്തികെട്ടവന്റെ കണ്ണിലേക്ക് തുപ്പി. എന്നിട്ട് ഈശോ ചോദിച്ചു, നീ ഇപ്പൊ മനുഷ്യനെ എങ്ങനെ കാണുന്നേ? വൃത്തികെട്ടവനായിട്ടാണോ? അവൻ പറഞ്ഞു, അനങ്ങുന്നുണ്ട് ഇപ്പൊ. വീണ്ടും ഇത് അളിച്ചങ്ങ് തേച്ച്. എന്നിട്ട് ചോദിച്ചു, ഇപ്പൊ എങ്ങനെ കാണുന്നേ? മനുഷ്യനെ മനുഷ്യൻ പോലെ. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ ദൈവം പോലെയാണോ? മരം പോലെയാണോ? വെറൊരു അപ്പമായിട്ടാണോ? അപ്പത്തിൽ വസിക്കുന്ന ജീവനുള്ള ദൈവമായിട്ടാണോ നീ പരിശുദ്ധ കുർബാനയെ കാണുന്നത്? കരമുയർത്തി ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെന്ന് വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? ശക്തിയോടെ വിളിക്കാമോ? പ്രിയപ്പെട്ട, നമ്മൾ എവിടെ ശുശ്രൂഷയാലും അവിടെ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുകയും. മാന്നാനത്ത് ആരംഭിച്ചിട്ടുണ്ട് ശുശ്രൂഷ. കഴിഞ്ഞ ദിവസം അവിടെ സിമൈ സഭയിലുള്ള അച്ഛൻ പ്രസംഗത്തിലെ കുർബാനയുടെ പ്രസംഗത്തിൽ പറയുക, ഒരു ക്യാൻസർ രോഗി ഈ ശുശ്രൂഷയില് ഇവിടെ സുഖപ്പെട്ടിട്ടുണ്ട്. അവിടെ പള്ളിയില് ഇതുപോലെ വചനം പ്രഘോഷിച്ച് യേശുവിനെ ആരാധിച്ചപ്പോൾ ക്യാൻസർ രോഗിയുടെ ശരീരത്തില് സൗഖ്യം വെളിപ്പെട്ടെന്ന് ദൈവത്തിന്റെ പുരോഹിതൻ കുർബാന മധ്യത്തില് പ്രസംഗത്തിനിടയിൽ പറയുകയാ. ഇവിടെയുണ്ട് യേശുവിന്റെ ശക്തിയെന്ന് ആ സഹോദരൻ പറയാ, ആ പുരോഹിതൻ പറയാ. പരിശുദ്ധ കുർബാനയില് യേശുവിന്റെ ശക്തിയുണ്ട്. ആ ശക്തി ആ രോഗിയെ സുഖപ്പെടുത്തി. ഇവിടെ എവിടെ വചനം പ്രഘോഷിക്കപ്പെട്ടാലും ദിവ്യകാരുണ്യ ഈശോയിൽ നിന്ന് ശക്തി പുറപ്പെടും. എപ്പോഴാ? ഈ വചനം വെളിപ്പെടുന്ന എപ്പോഴാ? പരിശുദ്ധ കുർബാനയുടെ ആരാധന സമയത്താ. ഈ വചനം കേൾക്കാതെ ഈ ആരാധന മുമ്പിൽ വന്നിരുന്ന നമ്മൾ മരം പോലെ ഇരിക്കും. ഈശോയ്ക്ക് ഇപ്പൊ എങ്ങനെ കാണുന്നേ? മരം പോലെയാ. അതുകൊണ്ട് നമ്മളിങ്ങനെ വന്നിരിക്കുന്നേ. ജീവനുള്ള വചനത്തെ നീ വിശ്വസിച്ചെങ്കിൽ ആ ജീവനുള്ള വചനം കേൾക്കുവാൻ തീഷ്ണതയോടെ നീ കടന്നു വന്നേനെ. പ്രിയപ്പെട്ടവരെ, അപ്പസ്തോലന്മാര്, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ലഭിച്ച അപ്പസ്തോലന്മാര് തീഷ്ണതയോടെ ദേവാലയങ്ങളിൽ ഒരുമിച്ചുകൂടി അപ്പം മുറിക്കൽ ശുശ്രൂഷയിലും പ്രാർത്ഥനയിലും സദാ താല്പര്യപൂർവ്വം പങ്കുചേർന്നു. കരമുയർത്തി ആത്മാവിന്റെ ശക്തി ഈ സമൂഹത്തില് വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെന്ന് വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? ശക്തിയോടെ വിളിക്കാമോ? സ്നേഹത്തോടെ വിളിക്കാമോ? ഇവിടെ മറ്റു സ്ഥലങ്ങളിലുള്ള വ്യക്തികള് ഇവിടെയുള്ള ദൈവത്തിന്റെ അഭിഷേകത്തെ അവർ തിരിച്ചറിയുകയാണ്, നമ്മൾ തിരിച്ചറിയത്തില്ല. ഇവിടെ വചനം പ്രഘോഷിച്ചുകൊണ്ടിരിക്കുന്ന എന്നെ അവിടെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലെ അച്ഛന്മാര് വിളിച്ചിരിക്കും, മോനെ ഇവിടം വരെ ഒന്ന് വരാവോ?
ഇവിടുത്തെ ശുശ്രൂഷകർക്ക് നീ ചെയ്യുന്ന ശുശ്രൂഷയെക്കുറിച്ച്, തിരുവചനത്തെക്കുറിച്ച് നീ പ്രഘോഷിച്ച് അവരെ ഒന്ന് ആരാധിപ്പിച്ച് തമ്പുരാന്റെ മഹത്വത്തെ അവരുടെ ശരീരത്തിൽ ഒന്ന് വെളിപ്പെടുത്തി കൊടുക്കാവോ എന്ന് ചോദിക്കുക. തിരിച്ചറിയാൻ ദൂരദേശത്തുള്ള മക്കള് തിരിച്ചറിയുക, ഈ ഇടവകയിലെ ജനം തിരിച്ചറിയുന്നില്ല. ഗുഡ്നസ് ടെലിവിഷൻകാര് ജൂൺ മാസത്തില് ആദ്യ വെള്ളിയാഴ്ച നമ്മുടെ ഈ ശുശ്രൂഷ പകർത്തിക്കൊണ്ടുപോകാൻ വേണ്ടി വരുക. ലോകത്ത് പല സ്ഥലങ്ങളിലും ഈ ശുശ്രൂഷയുടെ മഹത്വം വെളിപ്പെടുന്നുണ്ട് മക്കളെ. വിശുദ്ധ അൽഫോൻസാമയില് വെളിപ്പെട്ട പരിശുദ്ധ കുർബാനയുടെ ദിവ്യകാരുണ്യ ഈശോയുടെ ശക്തി ലോകത്ത് പല സ്ഥലത്തും ഇവിടെ നിന്നൊഴുകുന്ന അഭിഷേകം വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. കരമുയർത്തി ഈ വെളിപ്പെടുത്തുന്ന കർത്താവിന്റെ കാരുണ്യം, ഈ വെളിപ്പെടുത്തുന്ന ഈ സ്ഥലത്ത് വന്നിരിക്കുവാൻ കൃപ നൽകിയ നമ്മളെ ഓരോരുത്തരും ദിവസത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരു നിമിഷം തമ്പുരാനെ ഒന്ന് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെന്ന് വിളിക്കാമോ? ഈശോയെന്ന് വിളിക്കാമോ? ഈശോയെന്ന് വിളിക്കാമോ? അഭിഷേകം നിറയണമെന്നേ. നമ്മളിലൂടെ ഈ സുവിശേഷ സദ്വാർത്ത ലോകത്തിന്റെ അതിർത്തി ഇവിടെ ഇരിക്കുന്ന ഓരോ മക്കളിലൂടെ കടന്നു ചെല്ലണം. വചനം നിങ്ങൾ ഈശോയെക്കുറിച്ച് പറയണം. ഇവിടെ കേട്ട ഈശോയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങള് നിങ്ങൾ കേട്ട് നിങ്ങൾ ഈശോയെക്കുറിച്ച് പറയാൻ തുടങ്ങുമ്പോ നിങ്ങളിത് ഇവിടെ നിന്ന് കേട്ടെന്ന് ചോദിക്കും. ആ കേട്ടിടത്തോട്ട് വന്ന് അവര് സ്വീകരിച്ചുകൊണ്ട് പോകുമ്പോ ലോകം മുഴുവനിലേക്കും ഈ സദ്വാർത്ത വ്യാപരിച്ചുകൊണ്ടിരിക്കും. ഉടന്തരം രോഗികളും പൈശാചിക ബന്ധനത്തിൽ അകപ്പെട്ടവരും കടന്നു വരുമ്പോൾ അവരും ഈ സുവിശേഷ സദ്വാർത്ത അനുഭവിച്ചുകൊണ്ട് ഇവരും മടങ്ങിപ്പോകും. അവരും ആ ദേശത്ത് ചെന്ന് ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കും. നമ്മൾ തീക്ഷ്ണതയോടെ വചനം കേൾക്കാനായിട്ട് കടന്നു വരണം. നിങ്ങൾക്ക് എന്തുമാത്രം തീക്ഷ്ണതയുടെ ആഗ്രഹമുണ്ടോ അത്രമാത്രം പരിശുദ്ധ ആത്മാവ് എന്നിലൂടെ പ്രവർത്തിക്കും. നിങ്ങൾക്ക് തീക്ഷ്ണതയെ ആഗ്രഹമില്ലെങ്കിൽ ആത്മാവിന്റെ അഭിഷേകം കുറച്ചേ പ്രവർത്തിക്കത്തുള്ളൂ. ജനത്തിന്റെ ആഗ്രഹം അനുസരിച്ച് ഫിലിപ്പോസ് പ്രസംഗിച്ചപ്പോ ശ്രദ്ധാപൂർവം അവർ വചനം കേട്ടപ്പോൾ അവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ച അലസതയോടെയാണെങ്കിൽ ഒന്നും തന്നെ സംഭവിക്കത്തില്ല. അപ്പൊ എങ്ങനെയുള്ള ജനതയാ ആയി മാറണം നമ്മൾ? തീക്ഷ്ണതയോടെ ശ്രദ്ധാപൂർവം വചനം കേൾക്കുവാൻ കടന്നു വരുമ്പോ നിങ്ങളുടെ ജീവിതത്തില് ദൈവം അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കും. നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ട പിന്നെ നമ്മുടെ ജീവിതത്തിൽ സഹനമുണ്ടോ? ജോബ് വിശുദ്ധീകരണം പൂർത്തിയാക്കിയ ജോബിന്റെ ജീവിതത്തില് പിന്നീട് സഹനം കടന്നു ചെന്നില്ല. ഇരട്ടി അനുഗ്രഹം മാത്രമേ ജോബിന്റെ ജീവിതത്തില് അനുഭവപ്പെട്ടുള്ളൂ. ഇരട്ടി അഭിഷേകം കിട്ടുന്നേ. സഹനം പൂർത്തീകരിക്കപ്പെടണമെങ്കിൽ നമ്മുടെ ജീവിതത്തില് ഒത്തിരിയേറെ വിശുദ്ധീകരണം സംഭവിക്കണം. വചനം കേൾക്കുമ്പോൾ വിശുദ്ധീകരിക്കപ്പെടുകയാണ്. വചനം കേൾക്കുമ്പോൾ ഒത്തിരി കേട്ടെന്നേ. അവിടെ ഇവിടെയെല്ലാം കേട്ടി വെളിപ്പെടണം. ശരീരത്തില് പ്രവൃത്തിയിൽ വെളിപ്പെടണം. ചെയ്യുന്ന പ്രവൃത്തി വചനാധിഷ്ഠിതമായ പ്രവൃത്തിയായിരിക്കണം. ജീവിതം വചനാധിഷ്ഠിതമായ ജീവിതമായിരിക്കണം. വചനത്തിൽ വേണം ജീവിക്കാൻ. വചനത്തിൽ നിന്ന് വ്യതിചലിക്കരുത് ജോഷുവായോട് ദൈവം പറയുന്നുണ്ട്. എപ്പോഴും നീ ന്യായപ്രമാണ ഗ്രന്ഥം നിന്റെ അതിരത്തിലുണ്ടായിരിക്കണം. അതിലെഴുതിയിരിക്കുന്നതെല്ലാം നീ പാലിക്കണം. രാവും പോലെ നീ അതിനെക്കുറിച്ച് ധ്യാനിക്കണം. അപ്പോൾ നീ അഭിവൃദ്ധി പ്രാപിക്കുകയും വിജയം വരികയും ചെയ്യും. മോശയിലൂടെ നൽകപ്പെട്ടിരിക്കുന്ന പ്രമാണങ്ങളിൽ നിന്ന് ഇടം വലം നീ വ്യതിചലിക്കരുത്. പറയും കാനാൻ ദേശം വിഭജിച്ചു കൊടുക്കണമെങ്കിൽ, കാനാൻ ദേശം അനുഭവിക്കണമെങ്കിലോ നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കണം. അന്നാ ദൈവം കാനാൻ ദേശം തരും. ജോഷുവായിലൂടെ ദൈവം പറയാം ജനത്തോട് ജോഷുവ എന്ന് പറയുന്ന ഇപ്രകാരം വിശുദ്ധീകരണം ഇല്ലെങ്കിൽ ദൈവത്തിന് അത്ഭുതം അടയാളം സംഭവിക്കത്തില്ല. ഇവിടെ ധ്യാനത്തിൽ നമ്മൾ എന്ത് സംഭവിക്കുന്നത്? ആദ്യത്തെ ദിവസം രണ്ടാമത്തെ ദിവസം മുഴുവൻ പെരുമഴ പോലെ പാപത്തെക്കുറിച്ച് ക്ലാസ് എടുക്കുക. 2 ദിവസം ക്ലാസ്, രണ്ടാമത്തെ ദിവസം ക്ലാസ് കഴിയുമ്പോൾ വലിയ കുമ്പസാരം 2ഉം 3ഉം പേപ്പറിലാ. ആ പാപത്തെക്കുറിച്ച് ദൈവസന്നിധിയില് ദൈവമക്കള് പാപത്തെക്കുറിച്ച് ഏറ്റുപറയുമ്പോൾ പ്രിയപ്പെട്ടവർ അവിടെ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും പിന്നെ നടക്കുന്ന വചന ശുശ്രൂഷയിൽ സംഭവിക്കുക. വചന ശുശ്രൂഷയിൽ സംഭവിക്കുക. ഇന്നലെ ധ്യാനം കഴിഞ്ഞിട്ട് തിരിച്ചു ചെന്ന ഒരു പയ്യൻ എന്നോട് ഇന്നലെ രാവിലെ ഓടി വീട്ടിൽ വന്ന ഇടവകയിലുള്ള പയ്യനാ. ബ്രദറെ, എനിക്ക് ജോലിയുടെ ചില സാധ്യതകള് തെളിഞ്ഞു വന്നുകൊണ്ടിരിക്കുക. അവന്റെ ഏതോ ഒരു പേപ്പർ തടഞ്ഞു കിടക്കുകയായിരുന്നു, അല്ലെങ്കിൽ അവന് കിട്ടാതെ ലഭിക്കാതെ നിൽക്കുകയായിരുന്നു. ഈ ധ്യാനത്തിന്റെ സമയത്ത് പല പരിശ്രമങ്ങൾ നടത്തിയെങ്കിലും ഇത് അവൻ ആ കോളേജിൽ നിന്ന് ആ പേപ്പർ ഇവന് കിട്ടുന്നില്ലായിരുന്നു. ഇവൻ ധ്യാനിച്ചുകൊണ്ടിരുന്ന സമയത്ത്
ഈ പേപ്പർ പോസ്റ്റിലൂടെ ഇവന്റെ ഭവനത്തിലെത്തി. അവന് വിശ്വാസം വരികയാണ്. തിരുവചനം കേൾക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, വചനത്തിൽ ജീവിക്കാൻ തുടങ്ങുമ്പോൾ, പാപം ഏറ്റു പറയുമ്പോൾ വലിയ വിശുദ്ധീകരണമാണ് സംഭവിക്കുക. വിശുദ്ധീകരണം സംഭവിച്ചപ്പോൾ ജീവിതത്തിൽ ദൈവം അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കാൻ തുടങ്ങി. വചനം കേൾക്കുന്നില്ല, ഒന്നും സംഭവിക്കുന്നില്ല. തീക്ഷ്ണതയോടെ പറഞ്ഞോന്നേ. ആത്മാവ് പറയുന്നല്ലാതെ ബ്രദർ ഒന്നും പറയുന്നില്ല. ആത്മാവ് പറയുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ പറയുന്നുള്ളൂ. മണിക്കൂറുകള് ദൈവത്തോട് ചോദിച്ച് പ്രാർത്ഥിക്കും, ദൈവമേ ഈ ജനത്തോട് എന്താ പറയണ്ടേ? നീ പറയണേ, എനിക്ക് പറയാൻ അറിയത്തില്ല. പറയാൻ പഠിപ്പിക്കണേന്ന് ഈശോയോട് ചോദിക്കുക. ദൈവാത്മാവ് പറയുവാൻ പ്രേരണ തരാത്ത ഒരു കാര്യവും ഇവിടെ പ്രഘോഷിക്കപ്പെടുന്നില്ല. കരങ്ങൾ ഉയർത്തി തമ്പുരാന്റെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, കേട്ട വചനഭാഗങ്ങള് നമ്മുടെ ശരീരത്തിൽ വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഈ മണിക്കൂറുകൾ അഭിഷേകത്തിന്റെയും ദൈവാനുഗ്രഹത്തിന്റെയും മണിക്കൂറുകളാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി നമുക്കൊന്ന് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കാം. സ്വരം ഉയർത്തി എല്ലാവരും സ്തുതിക്കും. സ്വരമുയർത്തി ആത്മാവിന്റെ അഭിഷേകത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മാവെ വെളിപ്പെടണമേ. ഫിലിപ്പോസിൽ വെളിപ്പെട്ടതുപോലെ, പത്രോസിലും യാക്കോബിലും യോഹന്നാനിലും വെളിപ്പെട്ടതുപോലെ, ദൈവാത്മാവേ അതിന്റെ പൂർണ്ണതയിൽ ഞങ്ങളിൽ ഓരോരുത്തരിലും വെളിപ്പെടണേ എന്ന് പ്രാർത്ഥിക്കുക. പത്രോസിൽ വെളിപ്പെട്ടതുപോലെ, പൗലോസിൽ വെളിപ്പെട്ടതുപോലെ, ഫിലിപ്പോസിൽ വെളിപ്പെട്ടതുപോലെ ദൈവിക സാന്നിധ്യം, കാരുണ്യത്തിന്റെ ശക്തി, കരുണയുടെ അഭിഷേകം ഞങ്ങളുടെ ശരീരങ്ങളിൽ വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുക. പരിശുദ്ധ കുർബാനയുടെ അഭിഷേകം, പരിശുദ്ധ കൂദാശകളുടെ അഭിഷേകം ഞങ്ങളുടെ ജീവിതങ്ങളിൽ വെളിപ്പെടട്ടെ. വിശുദ്ധിയുടെയും വിശ്വാസത്തിന്റെയും ദൈവസ്നേഹത്തിന്റെയും വലിയ അഭിഷേകം ഞങ്ങളുടെ ശരീരങ്ങളില്, ആത്മാവില്, ജീവനില്, സന്ധിബന്ധങ്ങളില്, മജ്ജയില്, മാംസത്തില്, രക്തത്തില്, അസ്ഥികളില് എല്ലാം വ്യാപരിക്കപ്പെടട്ടെ. അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ. ആത്മാവ് വെളിപ്പെടട്ടെ. ഓരോ നിയോഗത്തിന്റെ മേലും, ഓരോ മകന്റെയും മകളുടെ ജീവിതത്തിന്റെ മേല്, കുടുംബ ജീവിതത്തിന്റെ മേല് സമാധാനദാതാവായ ദൈവത്തിന്റെ സാന്നിധ്യം, യേശുവിന്റെ അഭിഷേകം വ്യാപരിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. രോഗികളുടെ മേല്, ഹോസ്പിറ്റലിലായിരിക്കുന്ന മക്കളുടെ മേല് ദൈവത്തിന്റെ ശക്തി വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്കൊരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. എന്നിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഗായകരോടൊക്കെ ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുക. സ്വർഗീയ അഭിഷേകം നമ്മൾ നിലനിൽക്കുവാൻ വേണ്ടിയിട്ട്, ആ അഭിഷേകം നമ്മളിൽ വെളിപ്പെടാൻ വേണ്ടിയിട്ട്, അത് വചനമായിട്ട് യേശുവിനെ കുറിച്ച് പറയുന്ന വ്യക്തിയാക്കി എന്നെ മാറ്റണേ എന്ന് പ്രാർത്ഥിക്കുക. ഈശോയെ കുറിച്ച് മാത്രമേ ഫിലിപ്പോസ് പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ വാതിക്കൽ നിൽക്കുന്നവര് ഒന്ന് മാറിക്കൊടുത്താൽ പുറത്തുള്ളവർക്ക് അകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കും. വാതിക്കൽ നിൽക്കുന്നതിൽ വാതിൽ അടഞ്ഞു നിൽക്കാതെ തുറന്നു കൊടുത്താൽ നിങ്ങൾ അതൊക്കെ ചെയ്യണം. വൃത്തിയായിട്ട് നിങ്ങളെക്കാൾ ശ്രേഷ്ഠമായിട്ട് മറ്റുള്ളവരെ കാണണം. ഇവിടെ വന്ന് നിൽക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് സൗകര്യം ഒരുക്കി കൊടുക്കണം. നിങ്ങളൊന്ന് മാറി നിന്ന് കൊടുത്ത്, രോഗികളായിട്ടുള്ളവരുണ്ട്. ചേച്ചി ക്യാൻസർ രോഗിയായ ചേച്ചി പറയും, ബ്രദർ അവിടെ വന്ന് എങ്ങനെ ഇരിക്കാൻ പറ്റുമോ? അവിടെ എങ്ങനെ ഇരുത്തുവോ? സാധ്യത തീരെ കുറവാ. രോഗമില്ലാത്തവര് മാറിക്കൊടുക്കുകയല്ല. ഇവിടെ നമുക്ക് കരുണയില്ല. ഈ കരുണയുണ്ടെ മാത്രമേ കാരുണ്യം വെളിപ്പെടത്തുള്ളൂ. നമുക്ക് കരുണ ലഭിക്കണമെങ്കിൽ കാരുണ്യവാനായ ദൈവത്തെ നാം അനുഭവിച്ചാലേ മറ്റുള്ളവരോട് കരുണ കാണിക്കാം. നമ്മൾ മല്ലടിച്ച് നിൽക്കും. ബസ്സേൽ എങ്ങനെയാ നമ്മൾ ചെയ്യുന്നേ? നമ്മൾ പ്രായം ചെന്നവരോ കുഞ്ഞിനെ ആയിട്ടൊക്കെ വരുന്നവരെ കണ്ട എഴുന്നേറ്റ് കൊടുക്കും. ഇല്ല, മല്ലടിച്ച് നിൽക്കുക. ഞാൻ അവിടുന്ന് കയറിയതാ, വണ്ടിക്കൂലി പൈസ കൊടുത്തിട്ട് ഞാൻ കയറിയേ. നിങ്ങളെ പോലെയാ, ഞാൻ അവിടുന്ന് കയറിയതാ, ഇനി ഞാൻ അവിടം വരെ പോകാനുള്ളതാ. എഴുന്നേറ്റ് കൊടുക്കുകയില്ല. കരുണയില്ല, കാരുണ്യയില്ല. രോഗികളോട് കരുണയില്ലെന്നേ. മാതാപിതാക്കളോട്, പ്രായം ചെന്നവരോട് കരുണ തോന്നത്തില്ല. പിന്നെ എങ്ങനെയാ കാരുണ്യം വെളിപ്പെടുന്നേ? എന്നിട്ട് പറയും, നമ്മുടെ മക്കൾ അവിടെ ചെന്ന് ജോലി, അവിടെ ഒന്നും കരുണ കിട്ടുന്നില്ല. കാരണം നമുക്ക് കരുണയില്ലാത്തത് കൊണ്ടാണ്, നമ്മളിൽ കാരുണ്യം വെളിപ്പെടാത്തത് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് കരുണ ലഭിക്കാത്തത്. നമുക്ക് ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാം. കണ്ണുകളൊന്ന് അടച്ചേ, കരമൊന്ന് ഹൃദയത്തോട് ചേർത്ത് വെച്ചേ, ഈശോടൊന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, നിന്റെ അഭിഷേകം നൽകണമേ, നിന്റെ ശക്തിയെ നീ വെളിപ്പെടുത്തണേ. സ്വീകരിച്ച പരിശുദ്ധ കുർബാന യേശുവിന്റെ ശരീരമാണ്. സ്വീകരിച്ച പരിശുദ്ധ കുർബാന യേശുവിന്റെ ജീവനാണ്. എന്തിനാണ് അപ്പത്തിന്റെ രൂപത്തില് യേശു ആയിത്തീർന്നത്? നമ്മുടെ ശരീരങ്ങളിലേക്ക് കടന്നു വരുവാൻ വേണ്ടിയിട്ട്.
നമ്മുടെ ശരീരത്തിൽ വന്ന് വസിക്കുവാൻ വേണ്ടിയിട്ടാ. ആ ശരീരം നമ്മുടെ ശരീരത്തെ വിശുദ്ധമാക്കുവാൻ വേണ്ടിയിട്ടാ. പാപം മുഴുവൻ അവിടുന്ന് ഏറ്റെടുത്തു കഴിഞ്ഞു. മുഴുവൻ പാപം, ഈ ശരീരം കൊണ്ട് ചെയ്ത സകല പാപത്തെയും ഈശോ ഏറ്റെടുക്കിയ. പാപം ഏറ്റുപറയുമ്പോ കാൽവരിയിൽ അവൻ ഏറ്റെടുത്തുകൊണ്ട് അവന്റെ ശരീരം നമുക്ക് തരുക. ധൂർത്തപുത്രന്റെ ഉപമയില് കൊഴുത്ത കാളക്കുട്ടിയെ മകനു വേണ്ടി അപ്പൻ പാകം ചെയ്തു കൊടുക്കുക. വലിയ വിരുന്ന് ഒരുക്കപ്പെടുകയാ. കൊഴുത്ത കാളക്കുട്ടിയെ അറുത്തു കൊടുക്കുകയാ, വേവിച്ചു കൊടുക്കുകയാ. അവന്റെ ജീവിതത്തെ അവന്റെ അപ്പന്റെ ജീവിതത്തിലേക്ക് മടങ്ങി വന്ന ആ സന്തോഷത്തില്. പ്രിയ ദൈവജനമേ, പിതാവായ ദൈവം സ്വന്തം പുത്രന്റെ ശരീരം നമുക്ക് നൽകുകയാ. എന്തിനു വേണ്ടിയാ? മഹത്വപൂർണനായ ദൈവത്തിന് നമ്മുടെ ശരീരത്തില് വസിക്കുവാൻ വേണ്ടി. പാപം പുത്രൻ നമ്മുടെ പാപങ്ങളെ മുഴുവൻ ശരീരത്തില് ഏറ്റെടുത്തപ്പോൾ മനുഷ്യനെന്ന് തോന്നാത്ത രീതിയിൽ വിരൂപനായിട്ട് യേശു കുരിശിൽ കടന്ന പാപം ഏറ്റെടുത്തപ്പോൾ, പാപം ചെയ്യുന്ന എന്നെയും നിങ്ങളെയും കണ്ടപ്പോ ഈശോ കുരിശിൽ കടന്നുകൊണ്ട് പറഞ്ഞു, ഇവർ ചെയ്യുന്നതെന്ന് ഇവരറിയുന്നില്ലപ്പാ, ഇവരോട് ക്ഷമിക്കണേ. ചെയ്തു കൂട്ടുന്ന പാപപ്രവൃത്തികൾ കണ്ട യേശുനാഥൻ പിതാവിനോട് പറയുക, വിവരമില്ലാത്ത മക്കളാ, ഇവർക്കെതിരായിട്ട് തന്നെ നിൽക്കുന്ന, അവര് ചെയ്യുന്നത് അവർക്ക് കിട്ടുന്ന ദൈവത്തിന്റെ അനുഗ്രഹത്തിന് തടസ്സം അവരറിയുന്നില്ല. അപ്പാ, അവരോട് ക്ഷമിച്ച് നിന്റെ കാരുണ്യം ഇവരിൽ വെളിപ്പെടുത്തണേ. തിരിച്ചറിവില്ലാത്ത മക്കൾ ചെയ്തു കൂട്ടിയ പാപം തന്റെ പുത്രൻ ഏറ്റെടുക്കുക ശരീരത്തില്. അറിവില്ലാത്ത കാലഘട്ടങ്ങളില്, അറിഞ്ഞിട്ടും അറിയാത്ത രീതിയിൽ നടന്ന കാലഘട്ടങ്ങളില് ചെയ്തു കൂട്ടിയ പാപങ്ങള് പുത്രൻ തമ്പുരാൻ ശരീരത്തില് മക്കളെ ഏറ്റെടുക്കുകയാ. എന്നിട്ട് രക്ഷ നേടുത്തുന്നത്. അത് ഏറ്റെടുത്ത നിമിഷത്തെ നിങ്ങൾ ഓർക്കുമ്പോൾ, അനുസ്മരിക്കുമ്പോൾ ഇതാ അഭിഷേകം വീണ്ടും വ്യാപരിക്കപ്പെടുകയാ. മക്കൾ പ്രാർത്ഥിച്ചേ. ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിക്കൊണ്ട് ഈശോ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, കുളി കഴിഞ്ഞവന്റെ പാദം മാത്രം കഴുകിയാൽ മതി. മാമോദിസ സ്വീകരിച്ച ഞാനും നിങ്ങളും പാപവഴികളിലേക്ക് തെന്നി വീണിട്ടുണ്ടെങ്കിൽ ആ തെന്നി വീണിടത്തുനിന്ന് എഴുന്നേറ്റ് വന്നാല് പാദം മാത്രം കഴുകിയാൽ മതി. കുളി കഴിഞ്ഞവനാ. പ്രാർത്ഥിച്ചേ മകനെ, മകളെ, ഈശോ പാദം കഴുക ഓരോ കുമ്പസാരത്തിലും. എന്നിട്ട് ശരീരം തരുക. എന്തിനു വേണ്ടിയാ? പിതാവിന് ഇറങ്ങി വരാനാ. സ്വർഗം വിട്ട് മഹത്വപൂർണനായ ദൈവത്തിന് നമ്മുടെ ശരീരത്തിൽ വന്ന് ഒന്ന് വസിച്ച് വചനമായിട്ട് ഒന്ന് ജീവിപ്പിച്ച് സ്വർഗരാജ്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാൻ പിതാവായ ദൈവത്തിന് ഇറങ്ങി വരുവാൻ പുത്രനായ യേശുനാഥൻ നമ്മുടെ പാപങ്ങളെ ശരീരത്തില് ഏറ്റെടുത്തുകൊണ്ട് പാപപരിഹാര ബലി അർപ്പിച്ചുകൊണ്ട് അവൻ അപ്പത്തിന്റെ രൂപത്തില് ഇന്ന് ശരീരങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ പിതാവിന്റെ മഹത്വം അതിലൂടെ നമ്മുടെ ജീവിതത്തില് വെളിപ്പെടുക. മക്കളെ, ഇതാണ് ഫിലിപ്പോസിന്റെ ശരീരത്തില് വെളിപ്പെട്ട ദൈവത്തിന്റെ മഹത്വം. അവൻ യേശുവിനെ കുറിച്ച്, തന്നെ രക്ഷിച്ച പുത്രൻ തമ്പുരാനെ കുറിച്ച് അവൻ പ്രഘോഷിച്ചു കൊണ്ടിരുന്നപ്പോൾ, ആ രോഗികളുടെ മേൽ ദൈവാത്മാവ് ചലിക്കപ്പെട്ടപ്പോൾ അവിടെ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുക. പിശാച് ബാധയുടെ ശരീരങ്ങളിൽ നിന്ന് അശുദ്ധാരവികള് വിട്ടൊഴിഞ്ഞു പോയത് കുർബാനയുടെ ശക്തി ഫിലിപ്പോസിന്റെ ശരീരത്തില് വെളിപ്പെട്ടപ്പോൾ കരമുയർത്തി ഒന്ന് സ്വരമുയർത്തി തമ്പുരാനെ മഹത്വപ്പെടുത്താമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? സർവശക്തിയോടെ വിളിക്കാമോ? ശക്തിയോടെ വിളിക്കാമോ? പരിശുദ്ധ റൂഹായുടെ വലിയ അഭ്യാസത്തിനായിട്ട് നമുക്ക് ഗായകരോട് ചേർന്ന് നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം. റൂഹാഭിഷേകം ഈ സമൂഹത്തില് വെളിപ്പെടുകയാണ്. പരിശുദ്ധാരൂപിയുടെ അഭിഷേകം ഓരോ മക്കളുടെ ശരീരത്തിലും വെളിപ്പെടുന്ന സമയമാ. എല്ലാവരും പ്രാർത്ഥിക്കുക. ഈശോയെ, ശിഷ്യന്മാരിൽ വെളിപ്പെട്ടതുപോലെ ദൈവാരൂപിയെ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടണേ എന്ന് പ്രാർത്ഥിക്കുക. പുത്രനായ യേശുവേ, ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടണമേ. പിതാവായ ദൈവമേ, ഞങ്ങളുടെ ശരീരത്തില് വെളിപ്പെടണമേ എന്ന് ഓരോ മകനും മകളും ഈശോയോട് പ്രാർത്ഥിക്കുക. മക്കളെ, നമ്മൾ കടന്നു ചെല്ലുമ്പോ കുടുംബത്തില് അത്ഭുതങ്ങൾ അടയാളങ്ങൾ സംഭവിക്കണം. നമ്മൾ ഈശോയെ കുറിച്ച് പറയുമ്പോ അവിടെ വലിയ
അത്ഭുതങ്ങൾ അടയാളങ്ങൾ സംഭവിക്കണം. പിശാച് കുടുംബത്തിലുള്ള മക്കളിൽ നിന്ന് വിട്ടൊഴിഞ്ഞു പോകണം. മക്കൾ പ്രാർത്ഥിച്ച് അഭിഷേകം വ്യാപരിക്കട്ടെ. പരിശുദ്ധ കുർബാനയുടെ ശക്തി ശരീരത്തില് വെളിപ്പെടട്ടെ. മക്കളെ, ഈശോ സ്ഥാപിച്ച പരിശുദ്ധ ബലിയുടെ അഭിഷേകം വ്യാപരിക്കട്ടെ. തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. സ്വരമുയർത്തി. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനെ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. നിത്യവും കൂടെ വസിക്കുന്നോനെ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. ആത്മീയ ശക്തി അഭിഷേക അഗ്നി എന്നിൽ നിറഞ്ഞു കവിയണമേ. സിയോനിൽ നിറഞ്ഞ ദൈവാത്മാവേ എന്നിൽ കത്തി പടരണമേ. ആത്മീയ ശക്തി അഭിഷേക അഗ്നി എന്നിൽ നിറഞ്ഞു കവിയണമേ. സിയോനിൽ നിറഞ്ഞ ദൈവാത്മാവേ എന്നിൽ കത്തി പടരണമേ. കരങ്ങളടിച്ച് എല്ലാവരും ചേർന്ന്, എല്ലാവരും താളത്തിൽ കരങ്ങളടിച്ച് ആത്മാവിൽ നിറഞ്ഞ് ഏക മനസ്സോടെ പ്രാർത്ഥിക്കുക. കർത്താവേ, ലോകത്തിന്റെ അതിർത്തി വരെ സുവിശേഷമായി തരുവാൻ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയായിലും സമറിയായിലും ലോകത്തിന്റെ അതിർത്തി വരെ നിങ്ങൾ എനിക്ക് സാക്ഷ്യം വഹിക്കും. ഈശോയെ, സാക്ഷ്യ ജീവിതത്തിനായിട്ടുള്ള വലിയ അഭിഷേകം ഞങ്ങളുടെ ശരീരത്തില് വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. റൂഹ അഭിഷേകം ഞങ്ങളുടെ ശരീരത്തില് വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഏക മനസ്സോടെ നമ്മൾ ഒന്നു ചേർന്ന് ഒരേ താളത്തില് അടിച്ച് ഒരേ സ്വരത്തിൽ പാടി ഒരേ സ്വരത്തില് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതിനായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പാപനീതിനായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. ആത്മീയ ശക്തി അഭിഷേക എന്നിൽ നിറഞ്ഞു കവിയണമേ. സിയോനിൽ നിറഞ്ഞ ദൈവാത്മാവേ എന്നിൽ കത്തി പടരണമേ. ആത്മീയ ശക്തി അഭിഷേക എന്നിൽ നിറഞ്ഞു കവിയണമേ. സിയോനിൽ നിറഞ്ഞ ദൈവാത്മാവേ എന്നിൽ കത്തി പടരണമേ. ആത്മീയ ശക്തി അഭിഷേക എന്നിൽ നിറഞ്ഞു കവിയണമേ. സിയോനിൽ നിറഞ്ഞ ദൈവാത്മാവേ എന്നിൽ കത്തി പടരണമേ. നിറയണമേ ഞങ്ങളിൽ ശക്തിയായ അഭിഷേകമായി സാന്നിധ്യമായ അഗ്നിയായി ഞങ്ങളുടെ ശരീരങ്ങളില് ദൈവാത്മാവ് വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അഭിഷേകം വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സാന്നിധ്യം ഓരോ ശരീരങ്ങളിലും വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സാന്നിധ്യത്താൽ ഓരോ മകനെയും മകളെയും നിറയ്ക്കണ ഈശോയെ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ. അനുസ്മരിച്ചിടാനും വരമരുളൂ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ. അനുസ്മരിച്ചിടാൻ വരമരുളൂ. എല്ലാവരും ദൈവപുത്രനു സാക്ഷ്യമേക അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചു. സാക്ഷ്യം വഹിക്കുവാൻ ദൈവപുത്രനു സാക്ഷ്യമേക അഭിഷേക അഗ്നി
അഗ്നിയ ജ്വലിപ്പിച്ച് എല്ലാവരും ആഗ്രഹത്തോടെ ആത്മീയ ശക്തി അഭിഷേകാഗ്നി എന്നിൽ നിറഞ്ഞു കവിയണമേ. കവിയട്ടെ. സിയോനിൽ നിറഞ്ഞ ദൈവാത്മാവേ എന്നിൽ കത്തി പടരണമേ. ആത്മീയ ശക്തി അഭിഷേകാഗ്നി എന്നിൽ നിറഞ്ഞു കവിയണമേ. സിയോനിൽ നിറഞ്ഞ ദൈവാത്മാവേ എന്നിൽ കത്തി പടരണമേ. ആത്മീയ ശക്തി അഭിഷേകാഗ്നി എന്നിൽ നിറഞ്ഞു കവിയണമേ. സിയോനിൽ നിറഞ്ഞ ദൈവാത്മാവേ എന്നിൽ കത്തി പടരണമേ. ആത്മീയ ശക്തി അഭിഷേകാഗ്നി എന്നിൽ നിറഞ്ഞു കവിയണമേ. സിയോനിൽ നിറഞ്ഞ ദൈവാത്മാവേ എന്നിൽ കത്തി പടരണമേ. ആത്മീയ ശക്തി അഭിഷേകാഗ്നി എന്നിൽ നിറഞ്ഞു കവിയണമേ. സിയോനിൽ നിറഞ്ഞ ദൈവാത്മാവേ എന്നിൽ കത്തി പടരണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കാഴ്ചയെ കൊടുത്തിരിക്കുന്ന സമ്പത്തിനെ നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. കരങ്ങളിലെടുക്കാം. കാഴ്ചയായി ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ നിങ്ങൾ കരുതി വെച്ചുകൊണ്ടിരിക്കുന്ന സമ്പത്തിനെ കർത്താവിന് കൊടുക്കുക. 7 ഇരട്ടിയായി ഞാൻ ഇത് തിരികെ തരുമെന്ന് പ്രഭാഷകന്റെ പുസ്തകത്തിലൂടെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. വെട്ടുകളെ ശാസിക്കും. നിങ്ങളുടെ ഭൂമിയിലെ ഭാരങ്ങളൊന്നും നശിക്കും.